തന്നെ അമ്മയെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ള ഒട്ടേറെ ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതൊക്കെ തന്നെ സമ്മിശ്രമായ പ്രതികരണങ്ങളായിരിക്കും അമ്മയുടെ പ്രവർത്തനത്തെക്കുറിച്ചുണ്ടാകുക. ചിലർ വേണമെങ്കിൽ അമ്മയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടാകാം, ചിലർ വേണമെങ്കിൽ അമ്മയെ വിമർശിക്കുന്നുണ്ടാകാം, ചിലർ വേണമെങ്കിൽ സംശയത്തോടെ നോക്കിക്കൊണ്ടാകാം. ഈ സമ്മിശ്രമായ പ്രതികരണങ്ങളുടെ ഒരു പരിച്ഛേദം എന്ന നിലയ്ക്കാണ് ഞാൻ ഈ അഭിമുഖത്തെ നോക്കിക്കാണാൻ ആഗ്രഹിക്കുന്നത്. അമ്മയെക്കുറിച്ച് ഞാൻ ഒരുപാട് വായിച്ചിട്ടുണ്ട്, സൈറ്റുകളിൽ പോയിട്ടുണ്ട്. അവിടെയൊക്കെ അമ്മയുടെ ഒരു പ്രവർത്തനത്തിനുണ്ടായിട്ടുള്ളൊരു മാറ്റം അല്ലെങ്കിൽ രൂപത്തിൽ വന്നിരിക്കുന്ന ഒരു പരിണാമം, എനിക്ക് തോന്നുന്നു ഇത്രയധികം രൂപപരിണാമം ആർജിച്ചിട്ടുള്ള ഒരു വ്യക്തി വേണമെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരിക്കില്ല. സുധാമണി എന്നുള്ള ഒരു കൊച്ചു ബാലികയിൽ നിന്ന് മാതാ അമൃതാനന്ദമയി എന്ന് ലോകം അറിയപ്പെടുന്ന ഒരു വ്യക്തിയിലേക്കുള്ള ഒരു യാത്ര. എന്താ അമ്മയെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എന്താ അമ്മയ്ക്ക് തോന്നുന്നു? തിരിഞ്ഞു നോക്കുക എന്നാണ് അമ്മ പറഞ്ഞത്. നമ്മൾ മുന്നോട്ട് പോവാണ്, നമ്മളിലേക്ക് നോക്കുക എന്നുള്ളത് ഞാൻ നോക്കട്ടെ. തിരിഞ്ഞുള്ള ഓട്ടമില്ല, താൻ ആരെന്നല്ല അങ്ങനെയുള്ളൊരു കാഴ്ചപ്പാട് എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പൊ അത് പറയുമ്പോൾ സുധാ എന്ന് വെച്ചാൽ അമൃതം എന്നാണ്. ആ അമൃതം നമ്മളിതെല്ലാം ഉണ്ട്, വിത്തില് വൃക്ഷം പോലെ, പാല് വെണ്ണ പോലെ, അത് എല്ലാവരിലും അടങ്ങിയിരിപ്പുണ്ട്. അപ്പൊ ഒരു പഴം പഴുക്കുമ്പോ അത് മധുരമാകാം, പഴുക്കുന്ന പുളിയാകാം. അതുപോലെ തന്നെ അടങ്ങിയതിന് രണ്ട് ഗുണങ്ങളുണ്ട്, മൃഗത്വമുണ്ട്, വിശ്രത്വമുണ്ട് എല്ലാവരിലും. അതിനെ താൻ അറിയുക എന്നുള്ള താനാരെന്നറിയാൻ നോക്കാനും അന്വേഷിച്ച് അത് മാത്രം മനസ്സിലാക്കിയെന്നുള്ള അമ്മ വളരെ തിരക്ക് പിടിച്ചൊരു ആത്മീയ ജീവിതത്തിലാണ് മുഴുകിയിരിക്കണം അമ്മ. അതോടൊപ്പം തന്നെ ജീവാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ ഉണ്ട്. പക്ഷെ എപ്പോഴും നമ്മുടെ മനസ്സിൽ ഒരു മനുഷ്യന്റെ ആയിട്ടുള്ള ചിന്തകൾ എപ്പോഴും വരാറുണ്ട്. നമ്മൾ വളരെ തിരക്ക് പിടിച്ച ജീവിതത്തിലാണെങ്കിലും ഇടയ്ക്ക് പിന്നോട്ടൊന്ന് പോകാറുണ്ട്. ഒരു പാർട്ടി പോയി കഴിഞ്ഞ 40 വർഷം പിന്നിലേക്ക് പോകുമ്പോൾ, അതായത് ഇവിടെ കടൽപ്പുറത്ത് ഓടിക്കളിച്ച ഒരു കൊച്ചു ബാലിക, ഒരു കൃഷ്ണന്റെ വേഷം കെട്ടിയൊരു ആള് വേഷത്തിൽ, അതൊക്കെ ഇപ്പോഴും ചിന്തിക്കാറുണ്ടോ? അതുകൊണ്ട് ഇപ്പോഴും ഒരു നടന ഏത് വേഷം കെട്ടില്ല, ആള് വ്യത്യാസം ഉണ്ടാവില്ലല്ലോ. അപ്പൊ എന്നെ തന്നെയാണ്. ചിലർക്ക് ഇപ്പൊ കുഞ്ഞിന്റെ അമ്മയ്ക്ക് ചിലപ്പോ മോൻ ഫാൻസിട്ട് നടക്കുന്ന ഇഷ്ടപ്പെടും, ചിലപ്പോ അച്ഛൻ കൊണ്ടെടുക്കുന്നതായിരിക്കും ഇഷ്ടം. അപ്പൊ ഇതിവിടെ വരുന്നവര് അങ്ങനെ ഒരു ഞാൻ സ്വയം തന്നെ നിന്ന് ആനന്ദ നൃത്തം ചെയ്യുക എന്ന് വെച്ചാൽ തന്നെ നൃത്തം ചെയ്യുമായിരുന്നു. അപ്പൊ ചിലര് ആ ഭക്തിയുള്ളവർ, ഇപ്പൊ ഞാൻ നോർത്ത് ഇന്ത്യ പോകുമ്പോ സ്വന്തമായ കിരീടമൊന്നും ഉണ്ടാക്കിയിട്ടില്ല, ഇവിടെ വാങ്ങിയിട്ടില്ല. ഭക്തര് ചിലർ എനിക്ക് ഇങ്ങനൊരു സ്വപ്നദർശനം ഉണ്ടായി, അമ്മയുടെ തലയിൽ ഇങ്ങനെ വെക്കണം. ശരി, അവിടെ സന്തോഷത്തിന് വേണ്ടി വെച്ചു. അല്ല കിരീടം വെച്ചോണ്ടല്ല ഇങ്ങനെ തുടങ്ങിയത്. അങ്ങനെ നൃത്തം ചെയ്യും. അപ്പൊ ചില കൃഷ്ണഭക്തര് കൃഷ്ണ കിരീടം ചെയ്യുന്ന ആൾക്കാര് സാരി കൊണ്ട് ചൂടിത്തരും, സാരി കൊടുത്തു കാണണമെന്ന് പറയും. ഇവിടുത്തെ കുട്ടികൾ പറയും ഈ സാരി കൊടുക്കണം, ഈ സാരി കൊടുക്കണം. അപ്പൊ എന്റെ ജീവൻ തന്നെ മറ്റുള്ള ഉപകാരം ഉണ്ടാകണമെന്നാണ് ചിന്തിക്കുന്നത്. അങ്ങനെയാണ് പരമാവധി അവരെ സന്തോഷിക്കുന്ന കാര്യം എന്തായാലും ചെയ്യാം. പക്ഷെ അവർക്ക് വൈഷമ്യം വരുന്ന ഇപ്പൊ വാസിടാൻ അവർക്ക് സന്തോഷം. അമ്മയ്ക്കൊന്ന് ആഗ്രഹമുണ്ടോ ഒന്ന് ഈ ബഹളത്തിൽ നിന്ന് മാറി, ഈ ഭക്തരിൽ നിന്നൊക്കെ ഒന്ന് മാറി നിന്നുകൊണ്ട് ഒന്ന് കടൽപ്പുറത്തേക്ക് പോയി കൃഷ്ണന്റെ വേഷത്തിൽ ഒന്ന് ആടണമെന്നൊരു ആഗ്രഹം ഉണ്ടാകാറുണ്ട്? കൃഷ്ണന്റെ പഴയയിലേക്കൊന്ന് തിരിച്ചു പോകും തന്നെയാണ്. ജനങ്ങളുടെ സന്തോഷാർത്ഥം അവർക്ക് ഇങ്ങനെ ഒരു ഭക്തന്മാരുണ്ട്. നമ്മുടെ ഫാൻസുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നമില്ല, അവർക്ക് സന്തോഷം കിട്ടില്ല. പക്ഷെ അവർക്ക് മാസം വരുന്ന ഒരു സംഭവത്തിലേക്ക് പോവില്ല. അത് ഒഴിച്ചിട്ട് ഇപ്പം പൊതുവെ ഉദാഹരണം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു, ഒരാൾ വളരുമ്പോൾ അല്ലെങ്കിൽ ഒരാളുടെ സ്വാധീനം വർദ്ധിക്കുമ്പോൾ, ലോകം ഒരാളെ അറിയുമ്പോൾ അതോടൊപ്പം വരുന്ന ഒരു ഘടകമുണ്ട്, വിമർശനം. അതായത് ഇപ്പൊ നമ്മൾ 4 പേര് ചെയ്യുമ്പോൾ നമ്മളിപ്പോഴും ക്ഷണിച്ചു വരുത്തുന്ന ഒരു ഘടകമാണ് ഒരു വിമർശനം എന്നുള്ളത്. അതെനിക്ക് തോന്നുന്നു ആ ഒരു പ്രക്രിയയിൽ നിന്ന് ഒരാൾക്ക് മോചനമില്ല. ആരൊക്കെ വളരുന്നുണ്ടോ അവരൊക്കെ വിമർശനങ്ങൾ അവരെ തേടിയെത്താറുണ്ട്. ഇപ്പം അത് തേടിയെത്തുന്ന ഒരു വിമർശനം ഞാൻ പറയാണ്. ഇപ്പം അത് ഞാൻ എന്റെ ഒരു വിമർശനമായിട്ടല്ല കാണുന്നത്, സമൂഹത്തിന്റെ പല തട്ടുകളിൽ ഉയർന്നു വരുന്ന വിമർശനമായിട്ടാണ്. അതായത് ഇപ്പോൾ ആൾ ദൈവങ്ങളുടെ ഒരു കാലഘട്ടമാണ്. ആൾ ദൈവങ്ങളുടെ പട്ടികയിൽ 1ാമതോ 2ാമതോ സ്ഥാനം പിടിക്കാൻ പറ്റുന്ന ഒരാള് മാതാ അമൃതാനന്ദമയി. വിമർശനം എന്ന് പറയുന്നത് ഇപ്പൊ വിമർശനം ഒരു പഴം പഴുക്കുമ്പോൾ
ഒരു പുഷ്പത്തിന് ചെളിയായിരിക്കും അല്ലെ കാട്ടായിരിക്കും വളം. പക്ഷെ വിമർശനം എനിക്ക് എന്റെ കാഴ്ചപ്പാട് നല്ലതാണ്. അത് ശരിക്കും അവയർനെസ് കൊണ്ടുവരാൻ നല്ലതാണ്. പക്ഷെ എനിക്ക് അവയർനെസ് കൊണ്ടുവരാൻ നല്ലതാണ്. പരമാവധി ദോഷകരമായി ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അത് വേണമെന്നാണ് എന്റെ അമ്മ ഇപ്പോൾ ആൾദൈവം എന്ന് പറയുന്ന എല്ലാം കാഴ്ചപ്പാടിലേക്ക് തന്നെ കമ്മ്യൂണിസം പോലും ആനെ മനുഷ്യനെ വയ്ക്കാമെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള കമ്മ്യൂണിസത്തിന് അപ്പൊ എന്തുകൊണ്ട് ഒരു മനുഷ്യനിൽ ഈശ്വരനുണ്ട് അല്ലെങ്കിൽ ഈശ്വരീയ ഗുണങ്ങളുണ്ട് എന്ന് അംഗീകരിച്ചുകൂടാ? എന്തിലോട്ട് വലിയൊരു ഈശ്വരനാണ്. പക്ഷെ അങ്ങനെ അറിയുന്നില്ല. പരിചസ് ആക്കാറുണ്ട്, തമസാക്കാറുണ്ട്, അല്ലെങ്കിൽ പിന്നെ സാധ്യമാക്കാറുണ്ട്. അപ്പൊ തമസാക്കാർ ഉറങ്ങുന്നവരാണ്, അവരെ ശക്തി അറിയാൻ പറ്റുന്നില്ല. രജസ് എന്ന് പറഞ്ഞാൽ അവർക്ക് നടിക്കുന്ന ഉള്ളവരാണ്. കാരണം അഹങ്കാരത്തിന്റെ വൃത്തം. അതുകൊണ്ട് അവിടെ പ്രകാശം തന്നെ കാണാൻ പറ്റും, അടച്ചിട്ട മുറി പോലെ. സത്വ ഗുണമുള്ളവരെ പ്രത്യേകത്തിനകത്ത് സ്ഫടികത്തിന്റെ നൂല് വരുത്തുന്നവർ. അപ്പൊ സത്വ ഗുണമുള്ളവര് തന്റെ ശക്തിയെ പുറത്ത് പ്രകടിപ്പിക്കും. അപ്പൊ എല്ലാ ഉണ്ടെന്നുള്ളതാണ്. സനാതന സൃഷ്ടി സൃഷ്ടാൻ രണ്ടല്ല, സമുദ്രവും തിരയും രണ്ടല്ല. ചുരുക്കത്തിൽ പുലാൻ പറഞ്ഞാൽ നമ്മ പറഞ്ഞ വളരെ ഫിലോസഫിക്കലായിട്ട് ഒരു മനുഷ്യന്റെ മനസ്സിലെ നന്മയുടെയും ദോഷത്തിന്റെയും ഒക്കെ അംശങ്ങൾ കടന്നിട്ടുണ്ട് എല്ലാ മനുഷ്യരിലും. അതിപ്പം അതിൽ മോശപ്പെട്ട മനുഷ്യനുള്ള സംഭവമില്ല, ഏത് മനുഷ്യരിലും ഉണ്ട്. പക്ഷെ ഇപ്പോൾ സാധാരണ മാധ്യമ പ്രവർത്തകന്റെ ഒരു കണ്ണിൽ നിന്ന് നോക്കുമ്പോൾ ഞാനിപ്പം അമ്മയെ നിർവചിക്കുകയാണെങ്കിൽ, ഒരു നിർവചനം തരികയാണെങ്കിൽ, അമ്മയ്ക്ക് ഒരു ദൈവത്തിന് നിർവചനം തരികയാണെങ്കിൽ അമ്മ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? ഒരു ദൈവം എന്ന് പറയുന്നത് എന്താണ് മക്കളുടെ കാഴ്ചപ്പാട്? ഈ വിഗ്രഹങ്ങളെന്നോ അല്ലെങ്കിൽ ആകാശനപ്പുറത്തേക്ക് പൂച്ച കൃഷ്ണൻ വീശ് അങ്ങനെയുള്ളതാണോ കാഴ്ചപ്പാട് എന്ന് ചോദിക്കുക. അതാണ് കാഴ്ചപ്പാടാണെങ്കിൽ ദൈവീയ ഗുണം എല്ലാവരും ഇല്ലേ? അതിനപ്പുറത്തേക്ക് ഒരു നോവൽ എഴുതുന്നവരോ സംഗീതജ്ഞന്മാരെയോ അല്ലെങ്കിൽ മറ്റുള്ളവരെയോ ഒക്കെ അംഗീകരിക്കാറുണ്ട്. ഒരുപക്ഷെ എല്ലാവരും അവർ സേവനം ചെയ്യുന്നവരാണെന്നാവുന്നില്ല. അവരെപ്പോലും അംഗീകരിക്കാമെങ്കിൽ എന്തുകൊണ്ട് മറ്റൊരു കാര്യത്തിന് സേവനം ചെയ്യുന്നവരെ അംഗീകരിക്കില്ല? അവര് ഒരാൾ ദൈവമെന്നും പറയുന്നത് പുറന്തേണ്ട ആവശ്യമില്ല. ദൈവത്തിന്റെ മക്കളെന്തിക്കുന്ന ഒരു രൂപവേഷത്തിലാണോ അത് ഗുണങ്ങളാണോ എടുക്കുന്നത്? ഉദാഹരണം പറഞ്ഞാല് പിന്നെ ഒരു ദിവ്യത്വം, അമ്മയുടെ മേലുള്ള ദിവ്യത്വം എനിക്ക് വേണമെങ്കിൽ അടിച്ചേൽപ്പിക്കാൻ കഴിയുമോ ഞാൻ ചോദിക്കുന്നത്. ഒരു ദിവ്യത്വമുള്ള ഒരു വ്യക്തിയായിട്ട് പിന്നെ അങ്ങനെ എനിക്ക് പ്രതിഷ്ഠിക്കാൻ പറ്റുമോ? ഉദാഹരണം പറഞ്ഞാൽ നമ്മളെല്ലാം പറയുന്നു ദൈവത്തിന്റെ പല രൂപങ്ങളുണ്ട്, പല നമ്മളിലൊക്കെ ദൈവത്തിന്റെ അംശമുണ്ട്. പക്ഷെങ്കിൽ അന്ന് ആൾക്കാർ ദൈവം പോലെ പൂജിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. എനിക്ക് നോക്കിയിട്ട് എന്നെ പൂജിക്കുക എന്നുള്ളതല്ല, അവര് സന്തോഷം നേടുകയെന്നുള്ളതാണ് ഞാൻ കാണുന്നത്. എന്നെ പൂജിക്കുക, അവർക്കൊരു സന്തോഷം ഉണ്ടാവുക. അവർക്കൊരു സന്തോഷം കിട്ടുന്നുണ്ട്, കിട്ടിക്കോട്ടെ. എനിക്ക് ഞാൻ ആർക്കും പൂജിച്ചു പോകാൻ ഇഷ്ടമുള്ളതല്ല. എനിക്ക് അവരെ സേവിക്കുക, സ്നേഹിക്കുക എന്നുള്ളതാണ്. ആ കൂട്ടത്തിൽ ഇവിടുത്തെ കുഞ്ഞുങ്ങളെ പിടിച്ചിരുത്തിയിട്ട് ഞാൻ എനിക്കെന്നെ പറയും, എന്നെ പിടിക്കുന്ന അപ്പുറത്ത് ഓടവെക്കുക മക്കളെ, അതാണ് എന്റെ പൂജ. അതാണ് എന്നെ അവിടുത്തെ ആൾക്കാരുടെ ഓടയുടെ ഇടത്ത് അതാണ് എന്റെ പൂജ. എനിക്ക് ആരും പൂജിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം അവൻ അറിയുക എന്നുള്ളതാണ്. അപ്പൊ അവന്റെ ഘടകങ്ങളെ ഇപ്പം പേരെണ്ണി കുട്ടി 1-2 കൊച്ചുകുട്ടികൾ പേര് വെച്ച് പഠിക്കുന്നത് അവിടെ വിശ്വസിക്കുന്ന ഒരാളല്ല. കേറാക്കര കിട്ടുന്നതിന്റെ ബുദ്ധി ഉറപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളുണ്ട്. ഒക്കെ അവർക്ക് സന്തോഷം അവർക്ക് സന്തോഷം കിട്ടുമ്പോൾ കിട്ടിക്കോട്ടെ. പക്ഷെ അമ്മയോട് ഇപ്പം ചോദിക്കാം, ഞാനൊരു കടലാസം പേര് വന്നിട്ട് അമ്മയുടെ ഒരു നിർവചനം എഴുത് എന്ന് പറഞ്ഞാൽ അമ്മ എന്താ എഴുതുക? അമ്മയെക്കുറിച്ച് എന്താ എഴുതുക? എനിക്കങ്ങനെ നിർവചനം എഴുതേണ്ട ആവശ്യമില്ല. ഒരു സാമൂഹിക പ്രവർത്തകനാണ് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത്. നമ്മളൊന്നും അറിയില്ല. ഞാൻ എന്നെ സമർപ്പിച്ചു. അവർക്ക് ഇഷ്ടമുള്ള വിളിക്കാം. ഒരു പുസ്തകം വേണ്ടാല് അതിലെ ഒരു എഴുത്തുകാരൻ കവിത എഴുതും, മറ്റൊരാളെ ആ പുസ്തകം വെച്ച് ഈശ്വരനർപ്പിക്കും, വേറെ പൂവാണവർക്ക് പൂവെടുക്കും, പുതുവെണ്ണ തിന്നും. റിസർച്ച് ചെയ്യും, സയന്റിസ്റ്റാണ് റിസർച്ച് ചെയ്യും. ഓരോരുത്തർക്കും ഓരോ സങ്കല്പമുണ്ട്. പിന്നെ അതിനപ്പുറം ഞാനൊന്നും ആരൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അത് പിന്നെ അമ്മ ഉദ്ദേശിക്കുന്നത് അമ്മ മറ്റുള്ളവർക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. ഞാൻ എന്നെ ഏത് രീതിയിൽ കാണണമെന്നുള്ളത് അവർ തീരുമാനിക്കട്ടെ എന്നുള്ളതാണ് അമ്മ പറയുന്നത്. അങ്ങനെ ഒരു ചിന്തയിൽ ആരും എന്നെ കാണണമെന്നില്ല. എനിക്കെന്ത് ചെയ്യാൻ പറ്റും മാത്രമേ ഉള്ളൂ. അവർക്ക് ആഹ്ലാദം കിട്ടിക്കോട്ടെ. അതിനെ ചിന്തിക്കുന്നതാണ്. എനിക്കെന്ത് ചെയ്യാൻ പറ്റുന്നതാണ്. എങ്ങനെയൊക്കെ എനിക്കൊരു ചോദ്യത്തിൽ നിന്ന് വേറൊരു മറുചോദ്യത്തിലേക്ക് പോകാൻ പോലൊരു പരിവരാത രീതിയിലാണ് അമ്മ സംസാരിക്കുന്നത്. ഈ ഒരു വൈദ്യുതി അങ്ങനെ ഒന്നും ചിന്തിക്കുന്നില്ല. ആദ്യ കാലം തന്നെ ഒരു സാഹചര്യങ്ങള് നമ്മളിപ്പോ ഭജന പാടുമല്ലോ, ഒരു ധാരാളം പേര് കാസറ്റ് ടേപ്പ് കാണുകൊണ്ട് മുമ്പിൽ വെച്ച്
വലിയ അസ്വസ്ഥമായിട്ട് മറ്റുള്ളവർക്ക് കാണാം. ഇത് ബുദ്ധിമുട്ടാണ്. ഒന്ന് ടേപ്പ് പിടിച്ചാൽ ഒന്ന് സമ്മതിച്ച് അടുത്ത വാക്കുകൾ കൊടുക്കാം കാസറ്റ്. ശരി, അങ്ങനെ പോയി. ധാരാളം പേര് ക്യാമറ ഒന്ന് ഫോട്ടോ എടുക്കുമായിരുന്നു. എപ്പോഴും ഫ്ലാഷ് ചെയ്യാനുണ്ട്. അപ്പൊ അമ്മ ഒരു ഫോട്ടോ അനുവദിച്ചാൽ നിങ്ങൾ ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടം, അവർക്ക് സന്തോഷം കിട്ടുന്നത്. അങ്ങനെ പോയെന്നല്ലാതെ ശരിക്ക് ഞാനായിട്ട് അങ്ങനെയുള്ള രീതിയിലായല്ല. ഞാൻ ആദ്യമേ പറഞ്ഞു, ഒരു തത്തയെ പിടിച്ച് കൂട്ടിലിട്ടിട്ട് അതിനെ തത്ത ഇത് കൊത്തു എന്ന് വേണ്ട കച്ചവടത്തിന് ആക്കരുത്, മഠം പേസ്റ്റ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ്. അങ്ങനെ നിങ്ങൾ ചോദിച്ചു പറഞ്ഞൊരിക്കലും ആക്കുകയില്ല അമ്മ. ഞങ്ങൾ അങ്ങനെ ചെയ്ത ഇത്രയും പേര് കൂടിയപ്പോൾ ഒരു സ്ഥാപനം വെക്കാതെ രക്ഷയില്ല. ശരി, എന്നാൽ ഇതാണ് എന്റെ ഉദ്ദേശം. ഇവിടെ ഒരു പ്രത്യേകിച്ച് വഞ്ചിപ്പെട്ട് മേടിക്കരുത്, ഒന്നും ചോദിച്ച് മേടിക്കരുത്. എന്ത് കിട്ടിയാലും അത് വരുന്നവർക്ക് ഭക്ഷണം കൊടുക്കണം ഫ്രീ ആയിട്ട്. അത് അറിഞ്ഞു തന്നാൻ ആ വാക്കന്നവർ കേട്ടു. അങ്ങനെ മുന്നോട്ട് പോയി. ആ കാലത്താണ് ആദ്യമായിട്ട് ഇവിടെ ഒരു ഹാളില്ല. എഴുത്തിൽ, അച്ഛന്റെ എഴുത്തിലാണ് 10 സെന്റ് സ്ഥലം തന്നു. ഒരു എഴുത്തിലുണ്ടായിരുന്നു, പൂജമുറിയാക്കി ഇപ്പുറത്തിരിക്കുകയാണ്. ആ സമയത്ത് ഒരു ഭക്തൻ വന്ന്, അമ്മ നമുക്കൊരു ഹാള് കെട്ടണമല്ലോ പറയും. അപ്പോഴ പാരപ്പള്ളിയിലോ ഓഫനയിലോ കുട്ടികൾ വളരെ കഷ്ടത്തിലാണ്. ടയർ വെച്ചാണ് തീകരിച്ച് കുട്ടികൾക്ക് ഒരു നേരം ഭക്ഷണം കൊടുക്കുന്നത്. ബുദ്ധിമുട്ടാണ്. കുറെ കടബാധ്യതയുണ്ട്. ഹാളിട്ടുണ്ട്. അതിൽ പഠിച്ച കുഞ്ഞുങ്ങൾ വിഷമിച്ച് വരുന്നു. ശരി, അത് പോയി ഏറ്റെടുക്കാൻ പറഞ്ഞു. അങ്ങനെ ആദ്യമേ തന്നെ സേവനകാരൻ ഒരു ഹാള് കൊടുക്കാൻ പോലുമല്ല തയ്യാറായി. അതെത്തോണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ട് ആ സേവ പറഞ്ഞു വെച്ചാൽ ഇതൊരു കൽപ്പിച്ചു കൂട്ടിയൊരു മുന്നോട്ട് പോകാനില്ല. ഇതങ്ങ് ഉരുത്തിരിഞ്ഞു വന്നതാണ് സ്വാഭാവികമായി. അപ്പൊ പക്ഷെ ഇപ്പോഴുള്ള പെർസെപ്ഷൻ, ഇപ്പൊ പൊതുജനത്തിന്റെ അല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ള മാധ്യമപ്രവർത്തകരുടെ ഇന്ന് ഒരു സർക്കാരിനെ പോലും വെല്ലാൻ കഴിയുന്ന ഒരു ഭൗതിക സാമ്പത്തിക ശക്തിയുള്ള ഒരു മഠമായിട്ട് മതാമൃതാനന്ദമയി പ്രസ്ഥാനം മാറിയിരിക്കുകയാണ്. അപ്പൊ അമ്മയ്ക്ക് എന്നെ കുറിച്ച് എന്തൊരു അഭിപ്രായം? സാമ്പത്തിക ശക്തിയല്ല, എന്റെ സ്വത്ത് എന്റെ ഭക്തരാന്ന് പറഞ്ഞു. ആ ഭക്തന്റെ മനഃശക്തി ഉണ്ടാകാനായിട്ടുള്ള സാമ്പത്തികം അത് സർക്കാരിന്റെ ആരെയും വെല്ലുവിളിക്കാനല്ല അതിനെ ഉദ്ദേശിക്കുന്നത്. അതായത് വെല്ലുവിളിക്കാൻ അർത്ഥമല്ല, ഒരു സമാന്തര സർക്കാർ എന്ന രീതിയിൽ പോലും പ്രവർത്തിക്കാൻ കഴിയുന്ന ശക്തിയും ആൾബലവും സ്വാധീനവുമുള്ള ഒരു പ്രസ്ഥാനമായിട്ട് അമ്മ മാറിയിരിക്കുകയാണ്. അമ്മയല്ല, അങ്ങനെയുള്ള ഭക്തർ അമ്മയെ മാറ്റിയിരിക്കുന്നു. അപ്പൊ അമ്മയ്ക്ക് അമ്മ എപ്പോഴും എന്നെ അവർക്ക് അങ്ങനെയുള്ള നിഷ്കാമം വന്നു. കുഞ്ഞുങ്ങളിൽ അവര് എടുത്ത് അവർ വന്ന കുഞ്ഞുങ്ങള് സത്യത്തിൽ അവർക്കൊന്നും അറിയില്ല. ആദ്യം വന്ന് ഈ ബാച്ച് മക്കൾക്ക് നമസ്കരിക്കാൻ അറിയില്ല. പഠിപ്പിച്ചമ്മ നമസ്കരിക്കില്ല. തെങ്ങിൻ അപ്പുറത്ത് പോയി തെങ്ങിൽ നമസ്കരിക്കാൻ അവരുടെ മുമ്പിൽ ഒരു തെങ്ങുണ്ട്, അത് നമസ്കരിക്കും. ഒരു ശിശു ബന്ധത്തെ പറ്റി അവർക്ക് അറിയില്ല. അവര് BA ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലാണ്. പക്ഷെ വിളിച്ച് കുട്ടികളെന്താ തിരിച്ചു പോകാത്ത, ഞാൻ തിരിച്ചവരെ എന്നെ പഠിപ്പിക്കാൻ, ഈ മോനെ എന്നെ പഠിപ്പിക്കാൻ പറ്റും, മറ്റേ വീണ്ടും പഠിപ്പിച്ചു. തിരിച്ചു പോകുന്നവരൊക്കെ പ്രേരിപ്പിച്ചു പഠിക്കാൻ വേണ്ടിട്ട് ഇവര്. പക്ഷെ അവര് വേറെ കൊല്ലത്തൊക്കെ ഇരുന്ന് പ്രൈവറ്റായിട്ട് പഠിച്ചായിരുന്നു. ഈ മോൻ എഞ്ചിനീയർ പഠിച്ചുകൊണ്ട സമയത്താണ് പാപ്പാണ് മോനും പഠിച്ച് പൂർത്തിയാക്കാൻ പറഞ്ഞു. അത് നാളെകാലം അവർക്കൊരു എന്തെങ്കിലും ഇതിനോട് വിഷമം തോന്നിയാൽ അവർക്ക് ഒരു ജോലി കിട്ടണം, ഇല്ല പറയാൻ പേര് അതുകൊണ്ട് ഒരു പഠിച്ചിരിക്കണമെന്നില്ല. കാരണം ഈ അധ്യാപക ജീവിതം IAS എല്ലാവർക്കും കിട്ടുന്നതല്ല. അപ്പൊ എല്ലാവരും പറ്റിയില്ല. അപ്പൊ പിന്നെ നമ്മള് ഫോഴ്സ് ചെയ്യേണ്ടതല്ല. അപ്പൊ അതുകൊണ്ട് ആദ്യം അടിസ്ഥാനമായിട്ട് അവർക്ക് ജോലി ഉള്ള പഠിത്തം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള അങ്ങനെ വെച്ചിരുന്നതാണ്. കുട്ടികൾക്ക് അങ്ങനെയൊന്നും അത്ര ആധ്യാത്മം പഠിച്ചു വന്ന കുട്ടികളല്ല. പക്ഷെ ഒരു ജിജ്ഞാസ ഉണ്ടായിരുന്നു, അറിയണം എന്താണ് നിത്യാനിത്യം എന്നുള്ളത് ജിജ്ഞാസ അവരിൽ കണ്ടൊരു നിഷ്കളങ്കതയിൽ ഉണ്ടായിരുന്നു. അപ്പൊ അവരെ ഇവര് മക്കളെ അവര് തട്ടുപിടിച്ചുകൊണ്ട് വന്നപ്പോ അന്ന് ഗ്രഹശാസ്ത്രങ്ങൾ ഇഷ്ടമല്ല. കുഞ്ഞുങ്ങൾക്ക് എന്റെ മുമ്പില് പെട്ടെന്ന് ഒരുങ്ങിയ അവർക്ക് അറിയില്ല. എനിക്ക് വന്ന ഗ്രഹശാസ്ത്രങ്ങള് ഇവരാണ് അമ്മയുടെ ഭക്തരെന്ന് ചോദിച്ചു. എന്താ ചോദിച്ചപ്പോ തട്ടുപിടിച്ച് നിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ് അവരെല്ലാം മറന്നു വെക്കുക. സർവബോധത്തെ ഇല്ലാതാക്കാനാണല്ലോ സദാചാരം കൊണ്ടുവരുന്നത്. അവരിപ്പോ തട്ടുപിടിച്ചിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നതാണ്. അവരൊന്നും ഞാൻ അത്ര ശ്രദ്ധിക്കുന്നത്. അവരുടെ പ്രേമം കൊണ്ട് മറ്റുള്ളതെല്ലാം മറന്നു. അപ്പൊ അങ്ങനെ ഒരു ഭാഗം ഗൃഹശാസ്ത്രങ്ങളിൽ വന്നപ്പോൾ അവരുടെ സ്ഥാനം ഇവർക്ക് പോയോ എന്നൊരു ചിന്താഗതി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കാലഘട്ടത്തിലേക്ക് ഈ ഭക്തന്മാരുടെ ഒരു പ്രളയമായിരുന്നു. ഒരുപാട് പേര് ഒഴുകിയെത്തി. അത് പ്രദേശത്തു നിന്നും വിദേശത്തു നിന്നൊക്കെ
അങ്ങനെയുള്ള ഞാൻ വിശ്വസിച്ച് ഉള്ള രീതിയിൽ പോയത്. അതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഒരു പുഷ്പത്തിൽ തേനൂറാൻ വെള്ളത്തിൽ തിരിച്ചു വരുന്ന പോലെ അവിടെ മാസ്മരിയാണ്. അന്നാലും അമ്മയ്ക്ക് ദിവ്യത്വം ഉണ്ടെന്ന് നമ്മൾ അവകാശപ്പെടുന്നില്ല. ദിവ്യത്വം എന്ന് പറയുന്നത് എങ്ങനെയുള്ള കുഞ്ഞിന് ചിന്തിക്കും ദിവ്യത്വം എന്താണ്? ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ദിവ്യപുരുഷൻ നമ്മൾ കാണുമ്പോൾ അവർക്ക് ഉദാഹരണം പറഞ്ഞാൽ നമ്മളൊക്കെ വായിക്കുമ്പോൾ ദിവ്യത, ഒരു അത്ഭുതം ചെയ്യാനുള്ള ഒരു കഴിവ്, നമ്മുടെയൊക്കെ സാധാരണ മനുഷ്യന്റെ അപ്പുറത്തുള്ളൊരു സംഭവം ഉണ്ടല്ലോ, ശക്തി, അതൊക്കെയാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത്ഭുതം ചെയ്യാൻ ലോകത്തില്ലാത്ത ആർക്കും സൃഷ്ടിക്കാൻ പറ്റത്തില്ല. ലോകത്തില്ലാത്ത സൃഷ്ടിക്കുന്നതാണ് അത്ഭുതം. അപ്പൊ അങ്ങനെയുള്ള അതെല്ലാം നമ്മൾ പറഞ്ഞു വരുന്ന തുടക്കത്തിൽ വളരെ എളിയ നിലയിൽ 2-3 ആൾക്കാർ വന്നു, അവർ പിന്നെ അവര് പഠിച്ചു, പിന്നെ അതുപോലെ കുറെ ആൾക്കാരെത്തി. അതെങ്ങനെ എത്തി എന്നുള്ള കുറിച്ച് അമ്മ ഇതുവരെ ആലോചിച്ചിട്ടുണ്ടാവില്ല. ആൾക്കാർ വന്നുകൊണ്ടിരുന്നു. നമ്മൾ പറഞ്ഞ പോലെ ഒരു പുഷ്പത്തിൽ പേരുണ്ടെങ്കിൽ തേനീച്ച് വരുന്ന പോലെ ആൾക്കാർ വന്നുകൊണ്ടേയിരുന്നു. അത് അമ്മയിലേക്ക് ആകർഷിക്കാനെങ്കിലും ഘട്ടമുണ്ടാവും. ആ ഘടകത്തെക്കുറിച്ച് ചിലപ്പോൾ അമ്മ ബോധവതിയായിരിക്കണമെന്നില്ല. അപ്പൊ അത് ഞാൻ അറിയാൻ വേണ്ടി ശ്രമിക്കുന്നത്. പക്ഷെ അമ്മ അതിനെക്കുറിച്ച് അധികം പ്രതിപാദിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് അമൃതാനന്ദമായി മഠം അല്ലെങ്കിൽ ആശ്രമം എന്ന് പറഞ്ഞാൽ ഇന്ന് ലോകത്തെമ്പാടും ശാഖകളുള്ള ഒരു മഹാസംരംഭമാണ്. ആ സംരംഭം, ഏത് സംരംഭവും അമ്മ പറഞ്ഞതുപോലെ നിലനിൽക്കണമെങ്കിൽ അതിനതിൻ്റെതായ സാമ്പത്തിക ക്രയവിക്രയത്തിൻ്റെതായിട്ടുള്ള വഴികൾ വേണം. നിർവചിക്കുന്ന ഈ സ്ഥാപനം നിൽക്കില്ല. അപ്പം ഇതൊക്കെ നോക്കി നടത്താൻ അമ്മ എപ്പോഴെങ്കിലും സമയം ചെലവഴിക്കുന്നുണ്ടോ? അത് അമ്മ ബോധപൂർവ്വം ഉദാഹരണം പറഞ്ഞാൽ ഇവിടെ ഈ ആശ്രമത്തിൽ എന്തൊക്കെ നടക്കുന്നുണ്ട്, അപ്പോൾ ഞാനൊന്ന് നോക്കട്ടെ, എന്താണ് ഇതിന്റെ ചെലവുകൾ, അതൊക്കെ അമ്മ നോക്കാറുണ്ടോ? ഞാൻ കേട്ടിരിക്കുന്നത് അങ്ങ് പലപ്പോഴും വളരെ സൂക്ഷ്മമായിട്ട് കണക്കുകൾ പോലും നോക്കുന്ന ഒരാളാണെന്നാണ്. എന്താ ശരിക്കും? അതല്ല, രാത്രികാലങ്ങളില് കണക്കുകൾ എടുക്കാറുണ്ട്. പണം ഞാൻ എടുക്കുകയും കൊടുക്കുകയും ചെയ്യാറില്ല. കാരണം ദർശനത്തിരിക്കുമ്പോ ഒരാൾ പൈസ കൊണ്ടുവന്നാൽ അടുത്ത പാവത്തിന് പൈസ തരാൻ കാണില്ല. പണത്തോടുള്ള ദേഷ്യം കൊണ്ട് വെറുപ്പ് കൊണ്ടല്ല, അതിന് ബഹുമാനിക്കുന്നു. കാരണം എനിക്ക് മിഥ്യത്തൊന്നുമില്ല. പക്ഷെ ഒരാളുടെ പണം ഞാൻ വാങ്ങുമ്പോൾ മറ്റൊരാൾക്ക് ദുഃഖ സന്തോഷം, മറ്റൊരു ദുഃഖം കൊടുക്കുക. രണ്ടും വേണ്ടാന്ന് വെച്ച് ചിലപ്പോൾ ലെറ്റർ കൊണ്ട് തരും, വാങ്ങും. ചിലപ്പോ ആ ലെറ്ററിന്റെ കവറില് ചിലപ്പോൾ പണം ഉണ്ടാകാം. അതെനിക്ക് തിരിച്ചറിയില്ല. ലെറ്റർ ഒന്നുമല്ല, വാവ് വാങ്ങിക്കുന്നോട്ട് കൊണ്ട് അവിടെ എത്തിച്ച് വയ്ക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിൽ ഞാൻ നീങ്ങിയിട്ടില്ല. പിന്നെ ആശ്രമത്തിലെ കണക്കുകൾ നോക്കുന്ന നമ്മള് എനിക്ക് ട്രസ്റ്റ് ചെയ്തിരിക്കാൻ താല്പര്യമില്ലായിരുന്നു. കുട്ടികൾ പറഞ്ഞു അമ്മ എന്നെ ഇരിക്കണം എന്നുള്ളത് പറഞ്ഞു. അന്ന് അതുകൊണ്ട് സന്യാസം ഇടുമ്പോഴാണ് രജിസ്റ്റർ ചെയ്തത്. അപ്പോൾ അങ്ങനെ വെച്ചിരുന്നു. പലപ്പോഴും എനിക്കിതിൽ മാറിയിരിക്കുന്നതാണ് ഇഷ്ടപ്പെടുന്നത്. കാരണം ട്രസ്റ്റുകൾ അവരാകട്ടെ, ഞാൻ സാക്ഷിയായിരിക്കാം എന്നുള്ളത്. പക്ഷെ കുഞ്ഞുങ്ങളുടെ ലോക അനുഭവത്തിൽ നിന്നല്ല, ഒരു ഉദ്യോഗം നോക്കിയ അനുഭവത്തിൽ നിന്ന് വന്നവരല്ല. ആദ്യത്തെ ബാച്ച് മക്കൾ പഠിച്ചിട്ട് വന്നു കുഞ്ഞുണ്ട. അപ്പൊ അവർക്ക് അനുഭവം കുറച്ച് കുറവാണ്. അപ്പൊ അതുകൊണ്ട് അതൊരു പയ്യൻ പല ആശ്രമങ്ങളിലൊക്കെ കറങ്ങിയിട്ട് വന്നൊരു പയ്യനുണ്ടായിരുന്നു. അപ്പൊ കുറച്ചു കാര്യം നോക്കാൻ അറിയും. ഞങ്ങള് മറ്റു കണക്കുകളും ചോദിച്ചില്ല. അപ്പനെ വിശ്വസിച്ച് പോയി. പക്ഷെ ആ പയ്യൻ പറ്റുകാരനൊന്നുമല്ല. പിന്നെ ആ പയ്യന് സുഖമില്ലാണ്ടാകും രീതിയിൽ പോകും. നമ്മളതേറ്റ് പിന്നെ ടെസ്റ്റുകളാണ് കുഞ്ഞുങ്ങളെ നിഷ്കളങ്കരാണ്. അവർക്ക് ഒരു ബുസ്റ്റാള് പോലും വെച്ചിരിക്കാൻ പിടിച്ചു വെക്കാണ്ടിരിക്കാൻ നാണക്കമുള്ള കുട്ടികളാണ്. കച്ചവടം അങ്ങനെയുള്ള രീതിയിൽ പോകുന്ന കുട്ടികളല്ല. 13 വർഷവും ഭക്ഷണം ഫ്രീ ആയിരുന്നു. ആര് വന്നത് അങ്ങനെ കാലങ്ങളും ഇങ്ങോട്ട് കയറി വേറെ ഭക്ഷണം കഴിച്ച് ഉറങ്ങിച്ച് പോകുന്നവരായിരുന്നു. അപ്പൊ ഒരു വെസ്റ്റേൺ കാലം പറയുമ്പോൾ അവരുടെ പ്രാരബ്ധം കളയാനല്ലോ വന്നത്. ഇതിന്റെ പ്രാരബ്ധം ഏറ്റുകൊണ്ട് പോവുകയാണല്ലോ. അവർക്ക് കർമ്മനിർവഹണ മറ്റുമാർ. അതേസമയം ഞാനും മക്കളും കൂടെ വെള്ളത്തിൽ ഇറങ്ങി കഴുത്ത് വെച്ച് വെള്ളത്തിൽ നിന്ന് ചാക്ക് വെച്ച് വെള്ളത്തെ കര വെച്ചിട്ടവിടെ കാലിൽ തീരമായിരുന്നു. അപ്പൊ കുറച്ച് സ്ഥലം നികത്തി അവിടെ വേണം. രാത്രിയൊക്കെ ഒന്ന് ജോലി ചെയ്യും. അപ്പൊ ഇവരെയൊക്കെ നോക്കി നിന്നപ്പോ അത് മടിയന്മാരായ അവരിൽ ഇവിടുന്ന് പഠിപ്പിച്ച കുഞ്ഞുങ്ങളെ നമ്മൾ ITC ഫ്രീ ആയിട്ട് പഠിപ്പിക്കും. അവരും നോക്കി നിൽക്കുന്നുണ്ട്. അപ്പൊ ചിന്തിച്ചു, സത്യത്തിൽ അവരെ ശരിക്കും അവർ ധർമ്മത്തിന്റെ ബോധം അറിയില്ല. നമ്മൾ ഇത്രയും ചിലവാക്കി പഠിപ്പിച്ചിട്ടും അവർ മാറി നിൽക്കുന്നു. നമ്മളെല്ലാം ജോലി ചെയ്യും. ഇപ്പം തീരുമാനിച്ച പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങള് ജോലി കിട്ടി അടുത്തവരെ പഠിപ്പിക്കണം. അങ്ങനെ കാണാൻ അവരെ ശരിക്കും അതിന്റെ ഇത്തിലായി തീരും. അതുകൊണ്ട് അവർ പരാശക്തി കത്തന്റെ മുഴുവന് സ്വീകരിക്കുന്ന സൂര്യനാണെന്ന് മനസ്സിലാക്കണം. അതെല്ലാം ഉണ്ട്. അതുകൊണ്ട് ചില നിയമങ്ങളൊക്കെ വെച്ചിരുന്നു. പക്ഷെ പിന്നെ അമ്മ എല്ലാം എടുത്ത് സ്റ്റഡി ചെയ്യും. കാരണം കുട്ടികളെ അവിടെ ഇവിടെയൊക്കെ സ്ഥാപനം രാത്രി നോക്കും. ഓരോ സ്ഥാപനത്തിന്റെ കണക്കെടുത്ത് നോക്കും. പിന്നെ സൈഡിൽ നിന്ന്
സംശയങ്ങൾ ചോദിച്ചാൽ ഓരോരുത്തരും അമ്മ ഏൽപ്പിച്ചു. ഇപ്പൊ കോയമ്പത്തൂർ കോളേജ് ഓരോരുത്തരെ ഏൽപ്പിച്ചു. കെട്ടിടം കെട്ടാൻ ആൾക്കാരെ അയച്ചു. ആ കെട്ടിടങ്ങൾ എത്ര സ്ക്വയർ ഫീറ്റ് വേണമെന്ന് ചോദിക്കും. അവിടെ ആളോളം ചോദിക്കും. ഇത്ര സ്ക്വയർ ഫീറ്റ് വേണം, അവിടെ ആളെ വെച്ച് കെട്ടിക്കൊടുക്കും. അതിനുവേണ്ട സാധനങ്ങൾ എത്തിക്കാൻ വയ്ക്കും. അത് കഴിഞ്ഞ് അവിടുത്തെ ഹോസ്പിറ്റലില് പാത്രങ്ങൾ പോയി കഴിഞ്ഞാൽ എഴുത്ത് കെട്ടി വെക്കാൻ പറഞ്ഞു. അങ്ങനത്തെ പരാതികളുണ്ടെങ്കിൽ എടുത്ത് സ്റ്റഡി ചെയ്യും. പാട്ടപ്പാടി ആനന്ദവാടി എന്നൊരു പാവം പറ്റി വൈകുന്നേരം നിന്ന് അവർക്ക് ചികിത്സ കിട്ടിയില്ല, അല്ലെ ഡോക്ടറെ കണ്ടില്ല, ഒരു ലോൺ എടുക്കാനൊക്കെ പൈസ കാണില്ല, പാവത്തങ്ങളായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഇഷ്ടമല്ലേ തിരിച്ച് പോയിട്ട് പിന്നെ വരാൻ. അപ്പൊ ആ കാര്യങ്ങളെ ശ്രദ്ധിക്കും. അവർക്കുള്ള മാർഗങ്ങളും ഒക്കെ ചെയ്യും. സ്കൂളിലും ഇപ്പൊ 53 സ്കൂളുകളോളം ഉണ്ട്. ആ സ്കൂളിൽ കുറഞ്ഞത് ഒരു സ്കൂളിൽ 100 കുട്ടികളെങ്കിലും പാവപ്പെട്ടവരെ സ്കോളർഷിപ്പ് കൊടുത്തോ ഫ്രീ ആയിട്ടോ പഠിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്രയും ഓരോന്നും തുടങ്ങിയപ്പോ അങ്ങനെ എല്ലാം ചെയ്യും. ഇത്രയും സ്ഥാപനങ്ങൾ ഉദാഹരണം പറഞ്ഞാല് നിരവധി സ്ഥാപനങ്ങളായി മാറി. ഇപ്പം തുടക്കത്തിൽ വളരെ എളിയ തുടങ്ങിയ ഒരു സംരംഭം ഞാൻ പറയുന്നില്ല, പക്ഷേ ഒരു മൂവ്മെന്റ്, ഒരു ചെറിയ പ്രസ്ഥാനത്തിന് തുടക്കം, അതിന്ന് അമ്മ പറഞ്ഞ പോലെ നിരവധി സ്ഥാപനങ്ങളായി മാറുന്നു. അവരൊരു ഞാൻ ഉപയോഗിക്കുന്ന ഭാഷ നമ്മൾ സാധാരണ പത്രഭാഷയായിരിക്കും. അമ്മയുടെ മന ഒരു വാണിജ്യവൽക്കരിക്കപ്പെട്ടിരിക്കുകയാണ്, ഒരു കൊമേഴ്സ്യലൈസേഷനാണ്, വാണിജ്യവൽക്കരിക്കുക. അതായത് സമ്പത്തുമായി ബന്ധപ്പെട്ട ഒരു അഭ്യാസം ആയി മാറുന്നു. സമ്പത്തുമായി ബന്ധപ്പെട്ടല്ല അല്ല, ബന്ധപ്പെട്ട. അപ്പൊ വിദേശത്തൊക്കെ ഒരുപാട് പൈസ മേടിച്ചുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർ ആക്ഷേപിക്കുന്നത്. അങ്ങനെ നിങ്ങൾ ആരെങ്കിലും വന്നതുണ്ടോ? ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നവരിപ്പോ നേരത്തെ പറഞ്ഞ പോലുള്ള മുൻവിധിയോടെ വരുന്നത്. അവിടെ വന്നാലും മുൻവിധിയുടെ വെളിയിൽ വന്നാലും എല്ലാവരും പണം മേടിച്ചാണ് പ്രോഗ്രാം ചെയ്യുന്നത്. അമ്മ 2 മാസം അമേരിക്കയിൽ പോകും. ഇത്ര ഫ്രീ ആയിട്ട് പ്രോഗ്രാം ചെയ്യുന്ന ഒരാളാണ് അമ്മയുള്ളൂ. വെല്ലുവിളിച്ചാൻ പറയാം. കാലിഫോർണിയ ആശ്രമത്തിൽ 20 അവിടെ കാറ് 300 ഏക്കർ സ്ഥലങ്ങളുണ്ട്. കാറ് പാർക്ക് ചെയ്യാൻ നമ്മുടെ സ്ഥലത്തിൽ പെടാതെ വരുമ്പോ അടുത്ത സ്ഥലം നമ്മളൊന്ന് വാടകയ്ക്ക് എടുക്കും. ഫ്രീ ആയിട്ട് പാർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനം നമ്മുടെ. എന്നിട്ട് അവിടത്തുനിന്ന് ഈ ആളുകളെല്ലാം വേറെ വണ്ടി കയറ്റിയിട്ട് ഷട്ടറടിക്കും. എന്നിട്ട് അതും ഫ്രീ ആണ്. ഈ 21 ദിവസത്തില് ഫുള്ളും അവിടെ ഫ്രീ ആണ് പ്രോഗ്രാം. അമേരിക്ക ആരെയും പ്രോഗ്രാം നടത്താൻ പോയാല് ഏതെങ്കിലും ടിക്കറ്റ് വെച്ചിട്ടൊക്കെ നടത്തുള്ളൂ. ഇനി 2-3 റെറ്റീറ്റ് പോലെ നടത്തും. അതെന്ന് വെച്ചാല് ഒരു അമ്പലത്തില് വഴി ചെയ്യുന്ന ഒരു രീതിയാകരുത്. അതുകൊണ്ട് ക്ഷേത്രത്തിൽ തൊഴുകൊണ്ട് പോകുന്നിടത്ത് എനിക്ക് പോലാകരുത്. എന്താണ് ആധ്യാത്മം എത്തിനോക്കുന്നവരുണ്ടാവും. അവർക്കൊരു സംശയങ്ങളും അത് നമ്മുടെ കൂടെ കഴിയണം. സ്വകാര്യത ആയിട്ട് കുറച്ച് വേണമെന്ന് വെച്ചപ്പോൾ ഞാനവിടെ ട്രസ്റ്റ് ഒന്നുമല്ല, അവർ ക്ഷണിച്ചു പോകുന്നതാണ്. അവിടെ ട്രസ്റ്റ് വെസ്റ്റേറിയനാണ്. പക്ഷേ ക്ഷണിച്ച് പോകുമ്പോൾ അവർ റെറ്റീറ്റ് പോലെ ഒരു 3-4 റെറ്റീറ്റ് മാത്രം ചെയ്തത് 10 ദിവസത്തേല്. 2 മാസത്തില് അത് തന്നെ ഒരു മുറി അവർ മൊത്തം യൂണിവേഴ്സിറ്റി വാടകയ്ക്ക് എടുക്കും. അവർക്ക് ഒറ്റയ്ക്കെടുത്താൽ ആ യൂണിവേഴ്സിറ്റി ഒരു മുറിക്ക് $200 $250 ആണെങ്കിൽ അതിനേക്കാളും താഴ്ന്ന വിലയ്ക്കാണ് ഇവർക്ക് ഈ മടക്കാരെടുത്ത് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ 10,000-2000 പേര് അതിൽ താമസിച്ചിട്ട് 3 ദിവസത്തെ ചോദ്യോത്തരങ്ങള് ധ്യാനങ്ങള് ചെയ്യാറുണ്ട്. ഇത് വേറെ ഒരാൾ കാണുന്നില്ല. ഈ 2 മാസം ഫ്രീ ആയി പ്രോഗ്രാം ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ എടുത്തു പറഞ്ഞാൽ കൊള്ളാം. പറയട്ടെ. കാരണം പിന്നെ പണം ചോദിച്ചു മേടിക്കില്ല, പിരിക്കില്ല. നമ്മൾ പ്രത്യേകിച്ച് ഞാൻ പിരിക്കാൻ പറഞ്ഞിട്ടില്ല. ഇതിലിട്ടാണ് പിരിക്കാൻ പറഞ്ഞിട്ടില്ല. അവര് വന്ന് കണ്ട് ഓരോ ഭക്തന്മാരും അധ്വാനിക്കുന്ന ഭക്തന്മാരും കിട്ടിയിട്ടുണ്ട്. അതാണ് ഏറ്റവും സ്വത്തുമാർ. അവര് എന്തെങ്കിലും ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടാക്കും. ഒരു പൂവോ അല്ലെങ്കിൽ ഒരു മെത്തയോ അല്ലെങ്കിൽ ഒരു പാവയോ ഓരോരുത്തർക്ക് അവർക്ക് കഴിയുന്നുണ്ടാക്കി അവിടെ കൊണ്ടുവയ്ക്കും. ആ സമയത്ത് വരുന്ന അതിൽ സൈഡില്. എന്നിട്ട് അതവർക്ക് ഭക്തന്മാരിഷ്ടമുള്ളവർ വന്ന് വാങ്ങിക്കും. വാങ്ങിച്ചിട്ടാലെന്തെങ്കിലും അത് കൊടുക്കും. അങ്ങനെയൊന്നല്ല ഞാൻ വെളിയിൽ ഇത്രയും രാജ്യത്ത് പോയിട്ട് ടിക്കറ്റ് വെച്ചൊരു പ്രോഗ്രാം. പിന്നെ അതായത്
ഞാനീ പറയുന്നത്, ഞാൻ ആദ്യം നമ്മോട് പറഞ്ഞല്ലോ, സമൂഹത്തിന്റെ വിവിധ തലങ്ങളിൽ നിന്ന് വരുന്ന പ്രോത്സാഹനവും അതുപോലെ തന്നെ വിമർശനവും എല്ലാം അതൊക്കെ ഒന്ന് അതിനെയൊക്കെ ഒരു പരിച്ഛേദമായിട്ട് അമ്മയുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഞാൻ അതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൾക്കാർ പറയുന്നത് വിദേശ പണത്തിന്റെ ഒരു അതിപ്രധാനം വിദേശത്തെക്കാളും ഇന്ത്യയിലാണ് എനിക്ക് ഞാനോട് സാർ വിദേശത്ത് പോകുന്നത് ഏകദേശം 2 മാസം അമേരിക്കയിൽ പോകും, 2 മാസത്തോളം 1.5 മാസത്തോളം യൂറോപ്പ് രാജ്യങ്ങളിൽ പോകും, പിന്നെ 1 മാസത്തോളം ശ്രീലങ്ക, മലേഷ്യ, സിംഗപ്പൂർ, ഓസ്ട്രേലിയ, പിന്നെ മൊറീഷ്യസ് പോകും. ഏകദേശം 4-5 മാസം പോകും. പിന്നെ നോർത്ത് ഇന്ത്യയിൽ 2 മാസത്തോളം പോകും. തമിഴ്നാട്, കേരളത്തിലും തമിഴ്നാട്ടിൽ 1 മാസത്തോളം പോകും. പിന്നെ കേരളത്തിൽ 1 മാസം. അമ്മ പറയുന്നത് വിദേശികളെക്കാളും കൂടുതൽ കണക്കുണ്ട്. കണക്കെല്ലാം കയ്യിലുണ്ടോ? അതൊക്കെ ഉണ്ട്. അത് ഇവിടുന്ന് 1-ാം തീയതി ഈ കണക്ക് കൊറിയയിലയച്ച് 5 മിനിറ്റ് താമസിച്ചവിടെ വിളിച്ചു ചോദിക്കും. 5 കൊറിയയിലേക്ക് വെച്ച് താമസിച്ച എന്തുകൊണ്ട് കണക്കത്തില്ലെന്ന് വിളിച്ചു ചോദിക്കും. അത് ഇത്രയും പേരുള്ള 4, 5, 8 ബുക്കുകളാണ് ഇന്ത്യൻ കണക്കുകൾ വളരെ തറവായിട്ട് അമ്മയ്ക്കറിയാം. അങ്ങനെയാണെങ്കിൽ അമ്മയുടെ ഇപ്പോഴത്തെ ഒരു ആസ്തി, മഠത്തിന്റെ ആസ്തി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? അങ്ങനെ ആസ്തിയെ വെച്ചിട്ട് കാരണം അതിലേക്ക് നോക്കാറില്ല. ഒരു മരുന്ന് പോലെ നമ്മുടെ ഇതുപോലെ സ്ഥാപനങ്ങളുണ്ട്. ഉദാഹരണം ഞാനിപ്പോൾ ഇതിനെ കാണുന്നെങ്കിലാണ് ഒരുപാട് സ്ഥാപനങ്ങളുള്ള, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എന്റെ മനസ്സിൽ നിന്നുള്ള ചോദ്യങ്ങളായിരിക്കില്ല ഞാൻ വരിക, ഒരുപാട് ചോദ്യങ്ങളായിരിക്കും. അമ്മയുടെ ഇപ്പോൾ ഒരു ആസ്തി എന്ന് പറയാവുന്ന ഇത്രയും കോടാനുകൂടിയുടെ ഒരു സാമ്രാജ്യത്തിന്റെ അധിപയാണ് മാതാമൃതാനന്ദമയി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അമ്മയുടെ പ്രതികരണം? ഞാൻ അതിലെല്ലാം ശ്രദ്ധിക്കുന്നത്. എനിക്ക് എന്നാലും കണക്കുകൾ ശ്രദ്ധിക്കുന്ന ഒരാളാണല്ലോ അമ്മ. അങ്ങനത്തെ ട്രസ്റ്റ് ആവുമ്പോ ഒരു ട്രസ്റ്റ് ആവുമ്പോ ഈ കുഞ്ഞുങ്ങളൊക്കെ പാവാം. കുഞ്ഞുങ്ങളൊന്നും അങ്ങനെയുള്ളൊരു മോഹമോ ആവേശമുള്ളതല്ല. അവരെ ഞാൻ കാരണം ഒരു ട്രസ്റ്റികൾക്ക് ഒരു ദോഷം വരരുത്. അപ്പൊ ആ കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും അതനുസരിച്ച് നീങ്ങണം. അതുകൊണ്ട് ട്രസ്റ്റി അയക്കുന്നതിന്റെ കാലത്തോളം അത് നോക്കണമെന്ന് എനിക്ക് ഇരിക്കുന്നവളാണ്. കേടായ വാച്ചൻ എന്റെ കറക്റ്റായും കാണിക്കും. ചെളിയും ഞങ്ങളെ താമര ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ചീത്തയും നല്ല അങ്ങനെയുള്ള പ്രത്യേകിച്ചില്ല. ആത്മീയ വർഷമൊക്കെ 6ആയിരുന്നു അല്ലെ, മദ്ദളമരമായിരുന്നു, അങ്ങൊക്കെ 6ആയിരുന്നു. അപ്പൊ അങ്ങോട്ട് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞൊരു ക്യാൻസർ ചെക്കാണ്, നാളെ ഈ നിമിഷം ഉള്ളത്. അപ്പൊ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് വിധിയില്ല. അതുകൊണ്ട് പിന്നെ ട്രസ്റ്റ് ആകുമ്പോൾ ഗവൺമെന്റ് നിയമങ്ങൾ പാലിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. നമുക്ക് തരുന്ന പണങ്ങളോ മറ്റുള്ള സംഭാവന ടാക്സ് കുറച്ചെങ്കിലും ഒഴിവാക്കി ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. അമ്മയെക്കുറിച്ച് ആൾക്കാർ ആദ്യം മനസ്സിലേക്ക് അമ്മയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്ന സംഭവം അമ്മയുടെ ഒരു ആലിംഗനമാണ്. അത് ഭക്തർ വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഭക്തർക്കൊരു സായുജ്യം അവർക്കുണ്ടാകുന്നത് അമ്മയുടെ ഒരു ആലിംഗനത്തിലാണ്. അല്ല, ഞാൻ പറയുന്നത് അതൊരു അമ്മയെക്കുറിച്ച് സാധാരണ ആൾക്കാർ പറയും ആലിംഗനാണ്. ഇവരൊക്കെ പെണ്ണുമ്പോഴെടുത്തും കിട്ടില്ല. കൂട്ടുകാരെ ആലിംഗനാണ്ട് ഞാൻ വെച്ചൊക്കെ എല്ലാവരും ആലിംഗനം ചെയ്യും. ആലിംഗനം വരികയെന്ന് പറയാൻ പറ്റത്തില്ല. അമേരിക്കയിൽ എല്ലാവരും പരസ്പരം കിട്ടില്ല. എന്താ അമ്മയ്ക്ക് അത് ആ ഭക്തി, അമ്മയുടെ മനസ്സിലുള്ള ഭക്തി അങ്ങോട്ട് പ്രസരിപ്പിക്കുന്നതാണോ? അങ്ങനെയില്ല. വന്നത് എന്റെ ഉദ്ദേശം ഞാൻ ചെറുപ്പത്തില് അടുത്തടുത്ത് വീടുകളായിരുന്നു, 60 വീടുകളുണ്ട്. അന്നത്തെ കാലത്ത് സ്വന്തം വീട്ടിൽ തീപ്പെട്ട് കത്തിയില്ല. അടുത്ത വീട്ടിൽ പോയി തീ എടുത്തുകൊണ്ട് വന്നാണ് ഈ വീട്ടിൽ കത്തിക്കുന്നത്. അതുപോലെ അടുത്ത വീട്ടിലാണ് മുമ്പ് വിളക്ക് കത്തിക്കുന്നത്. ഇവിടെ തീപ്പെട്ടി ഉണ്ടെങ്കിലും അവിടെ പോയി വിളക്കും ഇവിടെ സന്ധ്യാദീപം കത്തിക്കും. അങ്ങനെയുള്ളൊരു ഗ്രാമമാണിത്. ഇവിടെ പശുവാണ് ധാരാളം അമ്മ വളർത്തിയും. അവനെ ചീനിട്ടെടുക്കാൻ പോകും ചില വീടുകളിൽ. അപ്പൊ പോച്ചിക്ക് പോകും, കാടിക്ക് പോകും. ഒരു വീട്ടിൽ ചെല്ലും. ഇവിടെ ബീച്ചിൽ പോയി ജീവിക്കുന്നവരാണ്. ചിലർക്ക് ഒന്നും കിട്ടുകയില്ല, ചിലർക്ക് കിട്ടും. അത് കിട്ടാത്ത വീട്ടിൽ പട്ടിണിയാണ്. അന്ന് എന്റെ ചെറുപ്പത്തിൽ 10-12 മക്കളുള്ള കാലമാണ്. അപ്പൊ ഞാൻ ചെല്ലുമെന്ന് പോകുന്ന ഒരു 5 മണിക്കാണ്. ഈ 10 മക്കളും മടിയിൽ കിടന്നും തോളത്ത് പിടിച്ചും കരയുന്നു, അമ്മയും കൊടുത്ത് കരയുന്ന രംഗങ്ങൾ എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അമ്മ വിശക്കുന്നു. പിന്നെ അടുത്ത വീട്ടിൽ പോയപ്പോൾ ഒരു ആഹാരം കഴിച്ചിരിക്കുന്നു. ഇതൊക്കെ എന്റെ ജീവിതത്തിന്റെ ഒരു ചോദ്യചിഹ്നമായിരുന്നു. കാരണം കുറെ പേര് ഭക്ഷണം കഴിച്ചു, ഒത്തിരി കഴിച്ചില്ല. ചില മുത്തശ്ശികളൊക്കെ ഉണ്ട്, അവരാണ് എന്നെ നോക്കുന്നില്ല, വസ്ത്രം കഴിത്തരുന്നില്ല, അങ്ങനെ പറയുന്നവരുണ്ട്. അപ്പൊ അത് കണ്ടപ്പോഴും ഒരലവ് തോന്നിയിരുന്നു. അവരെ കൊണ്ടുകൂടി തോറുണ്ട്, കഴുകി കൊടുക്കും, അവരെ കുളിപ്പിക്കും. ഇവിടെ ഞാൻ കാടിയെടുത്ത് മോഷ്ടിച്ചാൽ എടുത്തുകൊണ്ട് പോകും, ഭക്ഷണം കൊണ്ട് കൊടുക്കും.
അതിലെ കുട്ടികളെ കൊണ്ടുവന്ന് അച്ഛൻ ചിലപ്പോൾ അടിക്കും, ഈ മൂക്ക അത്ര ഒരു ചിന്തയല്ല, തെന്നിക്കുട്ടി കാണിക്കുന്നു പറഞ്ഞു. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത സമയത്ത് എനിക്ക് തന്നെ ഈ ലോകത്തോടൊരു എന്താണ് ഒരു വല്ലാത്തൊരു ഘട്ടം ഉണ്ടായിരുന്നു. ഇത്രയും കഷ്ടപ്പെടുന്ന ജനങ്ങളെ സൃഷ്ടിച്ച അവരോടൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഒരു ചെറിയ അമർഷം ഈ പ്രകൃതി കാണാൻ എനിക്കൊരു ഇഷ്ടപ്പെടുക. കാരണം അതിന്റെ ഇഷ്ടം തന്നെ ഒരു ക്വസ്റ്റ്യന്റെ ഒരു ഭാവം എന്ന് വെച്ചാൽ എല്ലാത്തിനും കാണുന്നതിനൊരു അസുഖം. എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പാടുണ്ടാക്കിയത്, ഇങ്ങനെ കഷ്ടപ്പാടിട്ട് വരുന്നത്? അപ്പൊ ഉള്ളിന്നാണോ പുറത്തുനിന്നാണോ അവരുടെ കർമ്മത്തിന്റെ ഫലമാണ് അവരനുഭവിക്കുന്നത്. ഒട്ടൊരു കഷ്ടപ്പെടും. അപ്പൊ ഞാൻ തന്നെ ചോദിച്ചു, ഒരാൾ ചാടി ഓടിപ്പോയ സമയത്ത് തെന്നി ഉള്ള കുഴി വീണു, അത് നോക്കി വെക്കുന്നതാണോ നമ്മുടെ കർമ്മം എന്ന് തന്നെയുള്ള ചോദ്യമാണ്. അപ്പൊ അത് നിന്റെ ഉത്തരവാദിത്വം എന്നുള്ള പോലെയല്ല. ഒരുപക്ഷെ എന്നൊന്നും തോന്നിയായിരിക്കാം, അല്ലെങ്കിൽ കേട്ടായിരിക്കാം. അതിനുശേഷം ആരെങ്കിലും വരുമ്പോ പിന്നെ അതിങ്ങനെ അങ്ങനെ കെട്ടിപ്പിടിക്കുക അത്ര കണ്ട് ചിലർ കരഞ്ഞു വരും, പൊട്ടിക്കരയും. കരയുമ്പോ അവരുടെ കണ്ണുനീർ പൊട്ടിക്കും, ആശ്വാസം വീണ്ടും കരയും. അപ്പൊ അവരെ ചിലപ്പോ മടിയിലിട്ട് തലോടും. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചിലര് കരയുന്നവരാ തലോടിക്കൊണ്ടിരുന്നു. അപ്പോൾ അങ്ങനെയായപ്പോ അവർക്ക് മറ്റവർക്ക് വിഷമമായി, അവരെ തൊട്ട് എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ദുഃഖിക്കുന്നവർ തലോടി ഒരു ട്രെയിൻ ട്രാക്ക് ആയില്ല, നദിയായി. അത്രയും അങ്ങനെയാണ്. അപ്പൊ എനിക്ക് ഒരു ഡോക്ടർക്ക് സ്ത്രീയും പുരുഷനില്ല, ഒരു അമ്മയ്ക്കും ആണും പെണ്ണുമില്ല. ഞാൻ എന്നും പറഞ്ഞവിടെ ഞാൻ ഇന്ന് ഒരു പെണ്ണാണോ അല്ലെങ്കിൽ ഒരു സ്ത്രീ വരുന്നൊരു പുരുഷനാണോ അവിടെ എന്നെ മറക്കുകയാണ്. അവന്റെ ദുഃഖം മാത്രം ഞാൻ ഓർത്തു. ആ സ്ഥിതിയിൽ ഇങ്ങനെ കെട്ടിപ്പിടി വന്നു. ഇത്രയേ ഉള്ളൂ, കണ്ണീർ പഠിച്ചു. അല്ല വേറെ നിങ്ങൾ ചിന്തിക്കാൻ അങ്ങനെ എന്താ കാരണം വെച്ചാല് അമ്മയുടെ ഒരു സ്പർശമാണ് ഭക്തർ ആഗ്രഹിക്കുന്നത്. ആ സ്പർശത്തിൽ അവർക്ക് എന്തോ ഒരു എന്താ പറയേണ്ട ഒരു അനുഭൂതി ഉണ്ടാകുന്നതാണ്. അങ്ങനെയല്ല, അവർക്ക് അതിന് മാത്രം അങ്ങനെ ചിന്തായിരുന്നു. പിന്നെ ഇപ്പൊ അങ്ങനെ ആയതുകൊണ്ട് പക്ഷെ അതിനുവേണ്ടിയല്ല വരുന്നത്. അവരമ്മയെ കാണാൻ തന്നെ വരാണ്. ആ കൂട്ടത്തിൽ ഇങ്ങനെ പക്ഷെ ഒന്നും വേണ്ട. ഇപ്പൊ ഒരു ലക്ഷക്കണക്കിന് ആൾക്കാർ വന്നാൽ അത്രയും പേരുണ്ടല്ലോ, അമ്മയെടുത്ത് നമുക്ക് അമ്മയെ കണ്ടുപോവാം. അങ്ങനെ പോകുന്നവർ എന്തായാലും ഒരു ആദ്യം പറഞ്ഞ ഒരു മനുഷ്യ സ്ത്രീയാണ്. ഇതൊരു ഭയങ്കര ഫിസിക്കൽ എക്സസൈസ് ഇല്ല, അമ്മയ്ക്ക് ആരോഗ്യപരമായ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാൻ ബാറ്ററി ഇല്ല, കണ്ണയുടെ കണക്ഷനാണ്. അതുകൊണ്ട് ഇതുവരെയും ഒന്നില്ല. നാളെ നമ്മുടെ കയ്യിലല്ല. ഇതുവരെ ഒരു ദിവസം ഇങ്ങനെയുള്ള കാര്യത്തിന് പ്രോഗ്രാം ക്യാൻസൽ. ഇതിലൂടെ നടന്ന സംഭവത്തിൽ അന്നും പ്രോഗ്രാം ചെയ്തു. അന്നും പ്രോഗ്രാം ഈ കുട്ടികളെ ഭ്രമിച്ച് വിഷമിച്ചു ഞാൻ പ്രോഗ്രാം മുടക്കിയില്ല. വന്നത്രയും ജനങ്ങളെ വിട്ടിട്ടേ ഞാൻ തിരിഞ്ഞു വന്നോളൂ. സ്പീഡിലായാലും വലിച്ചു വിട്ടു. കാരണം ഇവിടെ ടിക്കാറുണ്ട്, തൊപ്പിയൊക്കെ വെച്ചിട്ട് എങ്ങനെ അവരെ മറുപടി കൊടുക്കുന്നത്. 300 രൂപയുടെ ഒരു ദിവസം മനുഷ്യൻ മരിച്ചത് 2 ദിവസം 3 ദിവസം മരിക്കുന്ന പൈസ കൊള്ളുന്നത് എനിക്ക് ശരിയാടാ. ഞാൻ അന്നേരം ഇന്റർവ്യൂ കണ്ടു. അതായത് പിന്നെ അമ്മ ഇപ്പം അറ്റാക്കിനെ കുറിച്ച് പറഞ്ഞു, ഒരാൾ ആക്രമിക്കാൻ മുതിരുകയും പക്ഷെ അമ്മ ക്ഷമിച്ചു എന്ന് പറഞ്ഞു. അമ്മ ക്ഷമിച്ചു എന്ന് പറഞ്ഞു, അയാൾ ക്ഷമിച്ചു എന്ന് പറഞ്ഞു. പക്ഷെ അമ്മയുടെ അന്തേവാസി ആയിരുന്നല്ലോ. അതല്ല അന്തേവാസി ഒരിക്കലുമല്ല. ശരി, ചോദിച്ചോട്ടെ. ഇത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ അമ്മ എല്ലാത്തിനും മറുപടി പറയുന്ന ഒരാളാണ്. എന്നാ കാരണം വെച്ചാൽ ഇത്ര സുപ്രസിദ്ധമായ ഒരു പുഞ്ചിരിയോടുകൂടിയിട്ട് വിമർശനങ്ങളെ പോലും കാണുന്ന അവര് ആൾക്കാരെ നമ്മുടെ സമൂഹത്തിലുണ്ട്. അമ്മയ്ക്ക് ഒരു മെറ്റൽ ഡിറ്റക്ടറിന്റെ സുരക്ഷയുടെ ആവശ്യമുണ്ടോ? ഒരിക്കലും ഇല്ല. കാരണം ഞാൻ മരണത്തെ പേടിക്കുന്നില്ലല്ലോ. എനിക്ക് മരണത്തെ പേടിയില്ല. കാരണം എന്നെ വെച്ചാലും ആർക്ക് തന്നെ ഇവിടെ വരുന്നവര് താമസിക്കുന്നവരുടെ അഡ്രസ് മാത്രമല്ല. ഞാൻ ഈ കുഞ്ഞുങ്ങളുടെ വീട്ടു അഡ്രസ് നോക്കിയൊന്നുമില്ല. ഇവരൊന്നും വെളിയിൽ നിന്ന് ആദ്യത്തെ വന്നപ്പോ 10-12 വർഷം അവരുടെ വീട്ടുകാർ കുട്ടികളെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. എന്തെങ്കിലും പോലീസിനെ കൊണ്ട് കുട്ടികളെ പിടിച്ചുകൊണ്ട് പോകാൻ. അപ്പൊ ഇവരുടെ അഡ്രസ്സോ കാര്യങ്ങളോ നോക്കിയല്ല ഇന്നത്തെ കാലത്ത് ഇവരെ സ്വീകരിച്ചത്. പിന്നെ ഇപ്പൊ നിൽക്കുന്നത് ഇപ്പൊ സ്ഥാപനമായതുകൊണ്ട് ബോംബെച്ചിന് കാണണ്ട. അദ്ദേഹം താമസിക്കുമ്പോൾ അഡ്രസ് എടുത്തിട്ട് ചെയ്യും. അത് അദ്ദേഹത്തിന് ഇരിക്കാനുള്ളത്. എന്നെ ഉപയോഗിച്ചിട്ട് ആർക്കും ഇവിടെ ഇപ്പൊ നിൽക്കുന്ന ആരാ, വരുന്ന ആരാ, പോകുന്ന ആരാന്ന് ശരിക്കറിയില്ല. പക്ഷെ ഈ പറഞ്ഞ കാര്യം എനിക്ക് അത്ര പരിചയമില്ല. പക്ഷെ ഞാൻ എവിടെ പോയാലും ദർശനത്തിൽ പോകുമ്പോ പരിചയമുള്ള കുഞ്ഞുങ്ങളെ കണ്ടില്ലെങ്കിൽ എന്തായിരിക്കും കുട്ടികൾക്ക് വല്ല അസുഖമാണോ, വന്നില്ലല്ലോ. എത്ര ലക്ഷം ഇത്ര 10,000-കണക്കിന് ആളുണ്ടായാലും എന്നെ മനസ്സങ്ങനെ തോന്നാറുണ്ട്. ഞാൻ അന്വേഷിച്ചു നോക്കുന്ന എന്താ അവിടെ വെച്ച് കണ്ടില്ലല്ലോ എന്ന് ചോദിക്കും. അങ്ങനെ എന്താ ഇപ്പൊ വന്നിട്ട് ഇത്ര മാസം കണ്ടില്ലല്ലോ മോനെ എന്തായിരുന്നു ചോദിക്കും.
അതൊരു അങ്ങനെ ചോദിക്കുക. അമ്മയ്ക്ക് സ്വന്തമായിട്ട് ഒരു അങ്ങനെ സുരക്ഷയെ കുറിച്ചൊരു ബോധമില്ല, അങ്ങനെ വേണ്ടമില്ല വെച്ചാലും എന്നെ ചെയ്യേണ്ടത് ചെയ്യാം. കാരണം പറ്റിക്കാൻ എന്റെ മാർഗം ഇതാണ്. ഒരു ശത്രുത ഉണ്ടാകേണ്ട കാര്യം ആർക്കില്ലല്ലോ. ഞാൻ അങ്ങനെയുള്ള ഞാനത് പ്രത്യേകിച്ചൊരു പാർട്ടിയോ അല്ലെ പ്രത്യേകിച്ചൊരു അങ്ങനെയൊന്നുമുള്ളതല്ല എന്റെ മാർഗം. എനിക്കിപ്പോ ഇവിടെ അമ്മയും മക്കളുമാണ്. അമ്മയ്ക്കെല്ലാം മക്കളാണല്ലോ, എല്ലാത്തിനും സ്വീകരിക്കുന്നതാണ്. എനിക്കിങ്ങനെ ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് ഈശ്വരവിശ്വാസമില്ല. എനിക്ക് സത്യത്തില് കുറിയിടുന്ന ഭക്തനേക്കാളും കുറിയിടാതെ സ്നേഹിക്കുന്നവരാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. കമ്മ്യൂണിസ്റ്റുകാരെ ഉദ്ദേശിച്ചാണോ പറഞ്ഞത്? അങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരെ ചിന്തിക്കുക അങ്ങനെയാണ്. അങ്ങനെയല്ല, കമ്മ്യൂണിസ്റ്റൊക്കെ അങ്ങനെയാണല്ലോ വന്നത്. കാരുണ്യത്തിന്റെ പേരിലാണല്ലോ കമ്മ്യൂണിസ്റ്റ് തുടങ്ങിയത്. അപ്പൊ അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റിന്റെ ആദർശങ്ങൾ വളരെ ഇഷ്ടപ്പെടുന്നുണ്ട്. അവർ ജീവിക്കുന്നവരുമുണ്ട്, അത് ജീവിച്ചവരുമുണ്ട്. കാരണം ഇങ്ങനെയും ജീവിച്ചപ്പോഴും ശ്രീശേഖരന് ആവശ്യമില്ലെന്ന് ഞാൻ പറയും. അങ്ങനെ ഇരിക്കുന്ന കാലുകൾ വേണം മുടിയാ ശ്രീശേഖരിക്ക് ആവശ്യമില്ല. നേരത്തെ ചോദിച്ചൊരു പോയിന്റാണ് ഒരു മാസ്മരികതയുടെ ഒരു സംഭവം ചോദിച്ചു. അത് എന്തുവാകാം. ചിലതതിന് ആദ്യം എന്ന് പറയുന്നുണ്ട്, ചിലതതിന് മനുഷ്യന്റെ മനസ്സിലുണ്ടാകുന്ന സ്ട്രെസ്. ഉദാഹരണം പറഞ്ഞാൽ ഭയങ്കര തിരക്ക് പിടിച്ച ജീവിതമാണ് ഇപ്പോൾ. എല്ലാ മനുഷ്യർക്കും ഉള്ളിൽ ഒരു സ്ട്രെസ് ഉണ്ട്, സ്ട്രെയിൻ ഉണ്ട്, മാനസിക വിക്ഷോഭമുണ്ട്. ഈ മാനസിക വിക്ഷോഭത്തെയാണ് ഇത്തരത്തിലുള്ള ആൾക്കാർ ഉന്നം വെക്കുന്നത്. അവരുടെ മാനസിക വിക്ഷോഭത്തെ ചൂഷണം ചെയ്യുകയാണ് എന്നൊക്കെ പറഞ്ഞ ആക്ഷേപങ്ങൾ ആരോടും ഉണ്ടാകാറുണ്ട്. എന്താ നമ്മൾ വിചാരിക്കുന്നതിനെ കുറിച്ച്? അങ്ങനെ സൈക്കാട്രിസ്റ്റിലും ചൂഷണം ചെയ്യാണ്. മാനസിക വിപ്ലവമുള്ളവരെ സൈക്കാട്രിസ്റ്റ് ഡോക്ടർമാർ ചൂഷണം ചെയ്യാണ്. ഉല്ലാസമുള്ളവരെ ഡോക്ടർമാർ അവർ ചൂഷണം ചെയ്യാണ്. അതിന് തിരുമ്പാൻ പറയും. അങ്ങനെ ഉണ്ടെങ്കിൽ പോലും, അങ്ങനെയുള്ളവരാണ് വരുന്നെങ്കിൽ പോലും ഈ സൈക്കാട്രിസ്റ്റ് ഡോക്ടർമാർ ചൂഷണം ചെയ്യാണ്, ഡോക്ടർമാർ ചൂഷണം ചെയ്യാണ്. ഞാൻ പണത്തിന് വേണ്ടി ചെയ്യുന്നത്. അവര് പണത്തിന് വേണ്ടി പണത്തിന് വേണ്ടിയുള്ളവർക്ക് അവരുടെ ജീവിതമാണ്. അതുകൊണ്ട് അവരെ കുറ്റം പറയുകയില്ല. ഇപ്പൊ ചൂഷണം ചെയ്യുന്നവരെന്താ ഉണ്ടാവണമെന്നിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ ആളുകൾ വരുമ്പോൾ പോലും ശാന്തി പോകണമെങ്കിലും അവർ ചൂഷണം ഞാൻ പൈസ മേടിച്ചിട്ട് ചെയ്യലല്ലോ. അത് തെറ്റായിട്ട് കാണേണ്ട കാര്യമില്ല. അത് അവരുടെ ഇഷ്ടമില്ല. അതിനും ഞാൻ അവകാശപ്പെടുന്നില്ല. ഓരോരുത്തർ ചെല്ലും കാണിക്കും. പെൻഷനുള്ളവരും വരുന്നത് അവരെ ഇട്ട് കൊടുക്കുന്നെങ്കിലാണ് ചൂഷണം എന്ന് പറയുന്നത്. അല്ലാണ്ട് നോക്കുമ്പോൾ ഞാനിപ്പോ അതും നോക്കി. ഈ പണ്ട് മന്ത്രവാദികളൊക്കെ ഇറന്ന് കാണിക്കാറുണ്ട്. ഒരു ഗ്രാമങ്ങളിൽ എന്തെങ്കിലും അസുഖം വന്നാൽ അവര് കൊച്ചുകാരത്ത് അങ്ങനെയുള്ള മന്ത്രവാദികൾ കണ്ടിട്ടുണ്ടായിരുന്നു. അല്ല, ഞാൻ പല ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഇതിന് എന്റെ അമ്മയൊക്കെ ഇങ്ങനെ ചുമല മുൻകൊടുത്തവരുണ്ട്. അപ്പൊ ഇങ്ങനെ വരയ്ക്കുന്ന ആളിന്റെ പണ്ടൊക്കെ അങ്ങനെയാണ് പറഞ്ഞു പഠിപ്പിച്ചത്. ശരിക്കുള്ള ശാസ്ത്രങ്ങൾ അറിയില്ലല്ലോ. അപ്പൊ ഈ മന്ത്രവാദം ചെയ്യുന്നവർ നോക്കിക്കൊണ്ട് ഞാൻ അവരിങ്ങനെ വാട കയറി നമ്മളുടെ ആൾക്കാർ കൊണ്ടുവരും. അപ്പൊ അവരിങ്ങനെ ഇങ്ങനെ കാണിക്കും. ഞാൻ കണ്ടിട്ടുണ്ട്. വെസ്റ്റേൺകാര് ഒരു പുതിയ ചികിത്സയുണ്ട്. അവർ നമ്മുടെ ഈ ഓറയുടെ പുറത്തോട്ട് ഇങ്ങനെ കൈ കൊടുത്തിട്ട് ഇതിന് വലിയ ശാസ്ത്രീയമായിട്ട് നമ്മൾ അംഗീകരിക്കുകയും ഉൾക്കൊള്ളുകയും അതിനുവേണ്ടി പോവുകയും ചെയ്യും. പക്ഷെ ഇതും ഈ മന്ത്രവാദം എന്ന് പറയുന്നതും അതിനൊരു സൈക്കോളജിയായിട്ട് ചെയ്യുന്നൊരു ചികിത്സയാണ്. പിന്നെ ചിലര് ഒരു കള്ളന്മാരുണ്ടായിരിക്കാം, നമുക്കറിയത്തില്ല, ചൂഷണം ചെയ്യുന്നത്. എല്ലാവരും ഒരുപോലെ ആകലല്ലോ. ഒരു സ്ത്രീ പഴിച്ചുകൊണ്ട് എല്ലാ സ്ത്രീയും പഴിച്ചു. ഒരാൾ കൊലയുടെ എല്ലാവരും കൊലയാളി എന്ന് പറയാൻ പറ്റുമോ? ഒരു ലൈബ്രറി പോയി 2 ചീത്ത ബുക്കും എല്ലാം ശിക്ഷ കൊടുക്കാൻ പറയാൻ പറ്റുമോ? അങ്ങനെ നമ്മൾ വന്തി ചെയ്യാൻ പാടില്ല. സമൂഹത്തിൽ 1-2 ആൾക്കാർ മോശമാകുന്ന പാടില്ലവരായ അങ്ങനെ പാടില്ല. പിന്നെ അവര് വരുന്നത് നമ്മുടെ ജീവിതത്തില് നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും. അവൻ ഇവിടുത്തെ കുട്ടികളെ അമ്മ പഠിപ്പിച്ചു കൊടുത്തത് ആദ്യം ഇവർക്ക് മുണ്ട് കഴുകാൻ പോലും അറിയില്ല. മുണ്ട് കഴുകിയിട്ട് സോപ്പിന്റെ അവിടെ ഇരിക്കും ആശയെ കൊണ്ടിട്ട് തിരിച്ച് ഞാൻ എടുത്തോണ്ട് വന്ന് ഇവരെ സോപ്പിട്ട് തല്ലി കഴുകാൻ ആദ്യം പഠിപ്പിച്ചു. പിന്നെ ഇവിടെ 10 സെന്റ് സ്ഥലം വിട്ടിട്ടുള്ളൂ. അപ്പൊ ഞാൻ ഓലം മടയാൻ കുട്ടികളെ പഠിപ്പിച്ചു. ഇവര് വലിയ വീടുകളിൽ നിന്ന് വന്നതാണെങ്കിലും ഓലം മടയാൻ പഠിപ്പിച്ചു. എന്നിട്ട് ഞാൻ ഓല എടുത്തു കൊടുത്ത് കെട്ടാൻ പഠിപ്പിച്ചു. ഈ കുടിലുകൾ മേയാൻ പഠിപ്പിച്ചു. വേസ്റ്റ് കടിയെടുത്ത് ഡോറ് ചെയ്യാൻ പഠിപ്പിച്ചു. ആദ്യം വിറക് കീറാൻ ഇവർക്കറിയില്ല. ഇവരെ കൊണ്ട് ഞാൻ തന്നെ വിറകിട്ട് അതാണ് ഇവരും കൂടാലെടുത്ത് വിറകി. കക്കൂസിക്ക് ഇറങ്ങി. അന്ന് ഇവിടുത്തെ കക്കൂസ് കോരി ഇത്ര നിറയുമ്പോൾ കളയേണ്ടതാണ്. അപ്പൊ ഇവർക്ക് കക്കൂസ് നിറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ആദ്യം ഇറങ്ങി. എല്ലാം ആദ്യമൊക്കെ മുക്കം വെപ്പിക്കുന്നു. ഞാൻ നല്ലോണം ചാടി ഇറങ്ങി കോരി. പിന്നെ തന്നെ ഐസ്ക്രീം പോലായി. അമ്മ ഇറങ്ങി കഴിഞ്ഞപ്പോ മൂക്ക് വെപ്പിയവരത് കുടിച്ചിട്ടല്ല എല്ലാം കോരിക്കൊണ്ടുവരെ കളഞ്ഞു. സമൂഹത്തിന്റെ ഉന്നത ശ്രേണിയിലുള്ള ആൾക്കാർ അമ്മയുടെ കൂടെയുണ്ട്. ഇവരൊക്കെ സത്യം പറഞ്ഞാൽ അവരുടെ രംഗത്ത് വളരെ ശോഭിക്കുന്ന ആൾക്കാരാണ്. ഉന്നത ഡോക്ടർമാര്, എഞ്ചിനീയർമാര്, അധ്യാപകര്, സാമ്പത്തിക ഔന്നത്യമുള്ള വ്യക്തികൾ. ഇവരൊക്കെ വരുമ്പോൾ അമ്മയ്ക്ക് എന്താ അവരോട് ധാരണ എന്താ? ഇങ്ങനെ പല രംഗത്തുള്ള ആൾക്കാർ വരുന്നു.
എന്താ അമ്മയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇവരൊക്കെ എന്തിനു വരുന്നു എന്നുള്ള അമ്മ ചോദിച്ചു. പൂന്തോട്ടത്തില് പല കളറുള്ള പുഷ്പമുണ്ട്. എന്റെ കാഴ്ച പുഷ്പമാണ്, നിങ്ങളുടെ കാഴ്ച പല എനിക്ക് സ്വന്തമായി കാഴ്ചപ്പാടില്ല. ഞാൻ സമൂഹത്തിലൊരു കാഴ്ചയാണ് പറയാറ്. അത് പൂന്തോട്ടാണ്, പുഷ്പമാണ്. എനിക്ക് എല്ലാം മക്കളാണ്. അതൊരു അവസ്ഥയിൽ അവരുടെ അവരുടെ ഘടനയായിരിക്കും. അമ്മ അറിയപ്പെടുന്ന ഒരു ആത്മീയ ജീവി അല്ലെങ്കിൽ ആധ്യാത്മിക ജീവി, അത് അങ്ങനെ അറിയപ്പെടാനാണ് ആഗ്രഹം? അത് ഒരു ജീവകാരുണ്യ പ്രവർത്തകയായിട്ട് അറിയപ്പെടാനാണ് ആഗ്രഹം? ഒന്നും എനിക്ക് ആഗ്രഹമില്ല. നല്ലൊരു മനുഷ്യനായിരുന്നു. എന്റെ ഈശ്വരത്തെ നിങ്ങൾ അങ്ങനെയുള്ള ഈശ്വര സങ്കല്പമല്ല, നല്ല മനുഷ്യനാണല്ലേ പഠിച്ചാൽ മതി. ആരും ചെയ്യേണ്ടതാണ് ഒരു മനുഷ്യൻ. ആദ്യം ഒരു മനുഷ്യനാകാൻ ശ്രമിക്കുകയുണ്ട്. അപ്പൊ ഇപ്പം പിന്നെ ഈ ക്രിസ്തു മതത്തെക്കുറിച്ചും എനിക്ക് തോന്നുന്നു വ്യത്യസ്ത മതങ്ങളിലുള്ള രീതികളെ കുറിച്ച് അമ്മ ഹ്രസ്വകാലം കൊണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും തുടക്കത്തിൽ തന്നെ. കാരണം എനിക്ക് ആ ഒരു ഉൾക്കാഴ്ച എപ്പോഴും അങ്ങ് സ്വാധീനിച്ചിട്ടുണ്ടാവും. മറ്റു മതങ്ങളിലുള്ള രീതിയൊക്കെ. ഒരു ഹിന്ദു മതത്തിന്റെ ഒരു ഡോമിനേഷൻ അമ്മയുടെ ഒരു പരിപ്രേക്ഷത്തിലുണ്ടോ? അങ്ങനെ ഹിന്ദു മതം എന്നുള്ള രീതിയിൽ അങ്ങനെ വല്ലതുണ്ടോ? എന്റെ എല്ലാ മതങ്ങൾ ഈശ്വരൻ ഒന്നുള്ളൂ. മതങ്ങൾ ഓരോ വേറാണ്. വൃക്ഷത്തിന്റെ വൃക്ഷം ഒന്നാണ്, അതിന്റെ വേറാണെന്ന് പറയും. പക്ഷെ എന്റെ ഉദ്ദേശം മതത്തിൽ മാത്രമല്ല. ഈ കൈകൊണ്ട് ചൂണ്ടുക, അവിടെ ഒരു വൃക്ഷം വെക്കുന്നുണ്ടോ അല്ല പഴമുണ്ടോ അത് കഴിച്ചാൽ ചുണ്ട്. പക്ഷേ വെല്ലി കയറി പിടിച്ച പഴം കിടക്കില്ലല്ലോ. മതമൊക്കെ വെല്ലി പിടിച്ചോണ്ടിരിക്കില്ല, വെല്ല കയറി പിടിക്കുന്ന. ശരി, ആരും പഴം പിടിച്ച് തിന്നാൻ പോകുന്നില്ല, മതത്തെ പിടിച്ചിട്ടുണ്ടെങ്കിൽ. ആ ഒരു സങ്കല്പം മതത്തിന്റെ കാതലായ ആധ്യാത്മം, അതെല്ലാ മതത്തിലും ആ ഗുണങ്ങളൊക്കെ സ്നേഹവും കാരണമുണ്ട്. എല്ലാത്തിനും അമ്മ സ്വീകരിക്കുന്നുണ്ട്. അത് ഇവിടെ മുസ്ലിം മക്കൾ വന്നാൽ അവരുടെ മന്ത്രം പറഞ്ഞു കൊടുക്കും. അവരെ ഇഷ്ടമുള്ളവർ ചിലപ്പോൾ പ്രേമവും കാരണമായിരിക്കും. ക്രിസ്ത്യൻ മക്കൾ വന്നാൽ അവരുടെ മന്ത്രം പറഞ്ഞു കൊടുക്കും. അല്ല, അവർ വളർന്നൊരു സംസ്കാരം ഉണ്ടല്ലോ, അങ്ങനെ മാറ്റം ഞാൻ പറയാറില്ല. എന്തുകൊണ്ട് ഹിന്ദു എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ വളർന്നുണ്ട്. ഇപ്പൊ വെള്ളത്തിന് പല പേര് പറയും. അപ്പോ വെള്ളത്തിൽ വെള്ളം പറഞ്ഞാൽ മതിയല്ലോ. തണ്ണിയും പാനിയും വാട്ടറും നാളോട് ഒന്നിച്ചു പറയണ്ടല്ലോ. അമ്മ എല്ലാ കാര്യത്തെയും വളരെ ലളിതമായ ഭാഷകളിലാണ് വിവരിക്കുന്നത്. കാരണം വെച്ചാൽ വളരെ സാധാരണ രീതിയിലൊരു പിന്നെ ആത്മീയ ഗുരു എന്നൊക്കെ പറയുന്ന ആൾക്കാർ ഇപ്പൊ നമ്മൾ ഈ മാധ്യമപ്രവർത്തനങ്ങളിൽ ഒരുപാട് ഗുരുക്കളെ കാണാറുണ്ട്. പക്ഷെ ആ ഗുരുക്കളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വലിയ സൈദ്ധാന്തികപരമായിട്ടോ ആശയപരമായിട്ടോ സംസാരിക്കാറില്ല. വളരെ ലളിതമായ ഒന്നോ രണ്ടോ ചെറിയ ചെറിയ വാക്കുകളിൽ ആണ് കാര്യങ്ങൾ പറഞ്ഞ് അവരെ മനസ്സിലാക്കുന്നത്. അതാണോ അമ്മയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ശക്തി? വളരെ ലളിതമായ കാര്യങ്ങൾ ആൾക്കാരോട് പറയാം. അങ്ങനെയല്ല അനുഭവിച്ച് നമ്മള് ചുമ്മാ ഒരു കുറച്ച് പ്രസംഗിച്ചവരെ അടിച്ചമർത്താൻ അങ്ങനെയൊന്നും എനിക്കില്ല. അവിടെ സംശയം ചോദിക്കും, ഉത്തരം പറയും. എന്റെ അനുഭവമാണല്ലോ ഗുരു. അപ്പൊ എന്റെ ജീവിതമാണ് എനിക്ക് കിട്ടിയ അനുഭവമാണ് എന്റെ ജീവിതം. അപ്പൊ അത് വെച്ച് ഞാൻ മക്കളെ അനുഭവത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ് പകർന്നു കൊടുക്കുന്നത്. ചെറിയ ചെറിയ വാക്കുകളിലൂടെ, ചെറിയ ചെറിയ കുഞ്ഞു വാചകങ്ങളിലൂടെ അവർക്ക് സംവദിപ്പിക്കുകയാണ്. അതവരെ ചിന്തിക്കുന്നതാണ്. അമ്മയെക്കുറിച്ച് വലിയ പെട്ടുതീർക്കാൻ വലിയ ആനത്താക്കോൽ ആവശ്യമില്ലേ? ചെറിയ താക്കോൽ മതി. ഇതാണിപ്പോ ഞാൻ പറഞ്ഞ ഉത്തമ ദൃഷ്ടാന്തം. കൊണ്ട് അവരുടെ മനസ്സിലേക്ക് ഇന്നും വലിയ കാര്യം പറയുന്നു അല്ലേ? അവർക്ക് ദേഷ്യവും സങ്കടവും രോഷവും സങ്കടമൊക്കെ വരാറില്ലേ ഇടയ്ക്ക്? എന്തിനാണ് അമ്മയുടെ കുഞ്ഞുങ്ങള് എനിക്ക് ഈ ക്യാൻസറൊക്കെ വരുമല്ല, ഭർത്താവിന് പശം നിന്നു, ഭാര്യയുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നു. അപ്പൊ ഭാര്യ പൊട്ടിക്കറിയാൻ. അപ്പൊ ഭർത്താവ് മരിക്കുന്ന ഡേറ്റുകൾ അടുത്തു. അപ്പൊ അവരെ കാണുമ്പോ കുഞ്ഞുങ്ങളെയും കൊണ്ട് അടുത്ത് വരുമ്പോ പെട്ട കുഞ്ഞുങ്ങളേക്ക് നോക്കും, ആ സ്ത്രീയിലേക്ക് നോക്കുമ്പോ അവരെ ഓർത്തിട്ട് അവർക്കറിയും എനിക്കും അറിയാനുള്ള ദുഃഖം വരും, അവരായിത്തീരും. അതുപോലെ ചില ആരും നോക്കാൻ അച്ഛനില്ല, അമ്മ എനിക്ക് അമ്മയില്ല എന്ന് പറയുമ്പോ കുട്ടിയുടെ അച്ഛനമ്മയെ സ്നേഹിച്ചിട്ട് വരുന്ന കുട്ടിയുടെ ജീവിതത്തിൽ നിൽക്കുമ്പോൾ അതെല്ലാം അനാഥത്വം എന്നെ പ്രതിഫലിക്കും. അവരോട് ഒരു ഇത് വരാറുണ്ട്. എനിക്ക് ദേഷ്യം മുഹൂർത്തപ്പോഴായിരിക്കും ദേഷിക്കുന്ന അവർ അറിവില്ല എന്ന് വിചാരിച്ചു. ഈ കുഞ്ഞുങ്ങളൊക്കെ ചിലപ്പം ചില ചുണ്ടി കാണിക്കുന്ന ഒരു ദേഷ്യം വരാറില്ലായിരുന്നു. അതങ്ങനെയുള്ള ദേഷ്യമല്ല. പശു വന്ന് തെങ്ങും തൈ കടിക്കും. അപ്പൊ പൊന്നാര മോനില് പൊന്നാര പശുവിലെ നീ ഇത് കടിക്കല്ലേ കുഞ്ഞെന്ന് പറഞ്ഞാൽ അത് കടിച്ചു പോകും. ഒരു വിഷയം പറയും കൂടെ നിങ്ങൾക്ക് കടിക്കും. അതുപോലെയാണ് ദേഷ്യം. അത് നന്നാക്കാൻ വേണ്ടിയാണ്. വിദ്യക്ക് തന്റെ തള്ള കുഞ്ഞുങ്ങൾ ദേഷിക്കും. അതുള്ള ദേഷ്യം വെച്ചിട്ടല്ലല്ലോ, അതിനൊന്നും അറിവില്ലാത്തതുകൊണ്ട് തിരിച്ചറിവുണ്ട്. വിദ്യക്കൊരു ദേഷ്യം. തള്ളക്കുഞ്ഞിനെ കുട്ടിയെ കുഞ്ഞിനെ ഒന്നും പറ്റില്ല. കടിച്ചാലും
അപ്പൊ ഇത് നമ്മൾ ഈ കീർത്തനത്തിലേക്ക് വരുന്നതിന് മുമ്പ് അവസാനത്തെ ഒരു ചോദ്യമായിട്ട് അമ്മയുടെ ആദ്യകാലങ്ങളിലൊക്കെ ഒരുപാട് ആക്ഷേപങ്ങൾ അമ്മയ്ക്ക് വരുണ്ടായിരുന്നു. അമ്മ ആൾക്കാരെ വഴിതെറ്റിക്കുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഒരുപാട് ദൂഷ്യങ്ങൾ കൂടി അമ്മയുടെ മുകളിൽ അടിച്ചേൽപ്പിച്ച ആൾക്കാരുണ്ടായിരുന്നു. അവ വഴിതെറ്റിച്ചാണോ ഇപ്പൊ ഇവിടുത്തെ കുഞ്ഞുങ്ങൾ? ഞാനല്ല, അങ്ങനെ അത്തരത്തിലുള്ള ആക്ഷേപങ്ങളൊക്കെ അമ്മയ്ക്ക് പോലും വന്നപ്പോൾ എന്തായിരുന്നു അമ്മയുടെ ഒരു ബുദ്ധി? ഇതൊക്കെ വരുന്നതാണല്ലോ, ഇത് പുതുമയാണെന്ന് തോന്നിയില്ല. ലോകത്തര് അമട്ട് കിട്ടുന്ന അറിഞ്ഞു പോയാൽ നമ്മള് ഞെട്ടേണ്ട ആവശ്യമില്ല. സമുദ്രത്തിൽ നീന്തി കടിച്ചും തരിക ആയിരിക്കാം. സമുദ്രത്തിന്റെ സ്വഭാവം തരാം, സമുദ്രത്തിന്റെ തരുന്നുണ്ടാവും. അവിടെ അമട്ട് കിട്ടുന്ന അറിഞ്ഞു ഞെട്ടേണ്ട ആവശ്യമില്ല. ലോകത്തിന്റെ സ്വഭാവമാണ് വിമർശനം ഉണ്ടാവും, മറ്റുള്ളതാണ്. ഓരോ ആധ്യാത്മികയും സ്വന്തം വീട് ആശ്രമാക്കി പോയിട്ടില്ല, ഓടിപ്പോയിട്ടേ ഉള്ളൂ. പക്ഷെ ഞാൻ ഇവിടെ നിന്ന് ഓടിയിട്ടില്ല, ഇവിടെ തന്നെ നിന്നിട്ടുണ്ട്. ജനിച്ച വീട് ആശ്രമാക്കി. അത് ഇവിടുത്തെ ജനങ്ങളോട് നാട്ടുകാരോട് എനിക്ക് കൃതജ്ഞമുണ്ട്. അതെന്തെല്ലാം പ്രശ്നം ഉണ്ടായിട്ട് പോയതുമില്ല, പക്ഷെ എന്നാൽ അവരെ ഇവിടെ നിർത്തുകയും ചെയ്തു എന്നുള്ളതാണ് സത്യം. പിന്നെ മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ എന്നേക്ക് ഒരു 12 വയസ്സിന് ശേഷം കടകളിൽ പോലും അമ്മ വിടത്തില്ല. ഗ്രാമത്തിൽ അമ്മയാണല്ലോ, അങ്ങനെയാണ് പെൺകുട്ടികളെ വളർത്തുന്നത് ഇവിടെ ആ സമയത്ത്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ വീട്ടുകാർ ഒത്തിരി വിഷമിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. അവർക്കൊരു സ്ത്രീയാണ്, എത്ര വയസ്സ് കഴിഞ്ഞാൽ കല്യാണം കഴിക്കണം എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടായിരുന്നു. അവരുടെ കാഴ്ചപ്പാടാണല്ലോ, അവർക്ക് കുറച്ച് പ്രയാസങ്ങൾ ഏറ്റിട്ടുണ്ട് ജനങ്ങളുടെ ആദ്യം അമ്മയെ കുറിച്ച് ഞാനിതിൽ കുറച്ചു കാര്യം ഈ പറഞ്ഞ ഈ അഭിമുഖം നടത്തുന്നതിനാവശ്യമായിട്ട് കുറച്ച് പ്രിപ്പറേഷൻ നടത്തിയപ്പോൾ അമ്മ അതൊരു ഈ കൃഷ്ണനുമായിട്ടുള്ള അമ്മയുടെ ഒരു കൃഷ്ണന്റെ കീർത്തനങ്ങളൊക്കെ പറയാം. അപ്പോൾ എനിക്ക് അമ്മ ആ കീർത്തനങ്ങളൊക്കെ പാടുമ്പോൾ അത് ഭയങ്കര അട്രാക്ഷൻ ആയിട്ട് വരുവാറുണ്ട്. ഒരു കീർത്തനമൊന്നും അമ്മയിൽ നിന്ന് നമ്മുടെ ശ്രോതാക്കൾക്ക് കിട്ടുക അങ്ങനെ ഒരാളോടും ഇല്ലാന്ന് പറയില്ലാന്നറിയാം. ആ ഒരു പേരും വെച്ചിട്ടാണ് ഞാനിപ്പോ ചോദിക്കുന്നത്. കുഞ്ഞി സനാതന ധർമ്മത്തില് എല്ലാ കഥാപാത്രങ്ങളും ഈശ്വരനെ പ്രാപിക്കാൻ ഉള്ള മാർഗങ്ങളാണ്. ഗോപിയുടെ, രാധയുടെ, ഹനുമാന്റെ എന്നൊക്കെ എങ്ങനെയാണ് പ്രാപിക്കാമെന്നുള്ള മാതൃകയാണ് ഓരോന്ന് കാണിച്ചു കൊടുക്കുന്നത്. പിന്നെ ആധ്യാത്മിക ഈശ്വര പ്രാർത്ഥന എന്ന് വെച്ചത് നേതി പോകുന്നവർ അവര് വേദാന്തത്തിൽ എല്ലാം ഞാനാണ്. പക്ഷെ നമ്മൾ അഹങ്കാരം ഇരിക്കുന്ന വെള്ളത്തിൽ ഇപ്പൊ ഞാൻ വിധിച്ച വേറെ ഒരാളെ പ്രകടം മുള്ളുകൊണ്ട് കുത്തി സർവം ബ്രഹ്മെന്ന് പാടിപ്പോ അപ്പൊ തിരിഞ്ഞ് ഞാൻ ആരാണ് ഇന്ന ആളാ ഇന്ന രാജാവിന്റെ കൊച്ചുമോനാണ് മലയാളിക്കണമെങ്കിൽ പെരുമാറുന്നത്. അപ്പൊ ബ്രഹ്മൻ പോയി ഇന്ന രാജാവിന്റെ ഇന്നോമൻ കൊച്ചുമോനായി എന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ആ ബ്രഹ്മല്ല എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മളാ രണ്ടല്ലാത്ത ഭാവനയാണ്. എന്റെ കണ്ണ് തെറ്റ് വെള്ളിനെ ആശ്രയിക്കും, ഞാൻ കൈ ആശ്രയിച്ചു. കണ്ണിനെ ആശ്രയിക്കും, വെള്ളിനെ ആശ്രയിക്കും എന്ന് വെച്ചാൽ തന്നെ വെള്ളാണെന്ന് വെച്ചിട്ട് കണ്ണ്. അതുപോലെ മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിച്ച് സ്നേഹിക്കുക, സേവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതം. നമ്മള് അത് ജീവിതമാക്കണം. പൂ എന്ന് പറയുകയല്ല, പോയി തീരുക. അതാണ് ജീവിതം. അദ്വൈതം എന്ന് രണ്ടല്ലാത്ത അവസ്ഥയാണ്. അതിനപ്പുറം മറ്റുള്ള കാണുന്ന അവർക്ക് ഇഷ്ടപ്പെട്ടൊരു കീർത്തനം അമ്മയുടെ മനസ്സിൽ അമ്മ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കീർത്തനം വന്ന് അമ്മ ഇഷ്ടപ്പെട്ടൊരു കീർത്തനം ഉണ്ടാവില്ല അമ്മയ്ക്ക്? അങ്ങനെ ഇഷ്ടമൊന്നുമില്ല. നിങ്ങൾക്ക് അവരിപ്പോ ഓരോ വൃക്ഷച്ചോട്ടിൽ ചീര വെച്ചിട്ടുണ്ട്, തെങ്ങിന്റെ വീട്ടിൽ വായിച്ചില്ല. അപ്പം ചീരയ്ക്ക് വെള്ളം ഒഴിക്കുന്ന തെങ്ങ് ഒഴിക്കാൻ തോന്നാണ്, ചീരയ്ക്കാണ് വെള്ളം ഒഴിക്കുന്നത്, ആ തെങ്ങ് ഒഴിക്കണം തോന്നുകയാണ്. അതുപോലെ എന്റെ ഓരോ കർമ്മവും പ്രവൃത്തിയും മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന ഒരിപ്പോ നമ്മുടെ ഈ അഭിമുഖം കാണാൻ പോകുന്ന ലക്ഷോപലക്ഷം പ്രേക്ഷകർക്ക് ഇപ്പോ അമ്മ ഒരു കീർത്തനം പാടി കാണണമെന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തായിരിക്കും? ഒരു വരി കീർത്തനം എന്നാൽ കാലഘട്ടം അങ്ങനെയല്ലേ? ഞങ്ങൾ കീർത്തനായിട്ടൊന്നും എന്തായാലും അമ്മ ഒരു ചെറിയൊരു ഇരട്ടി പാടുവാണെങ്കിൽ ഒരു പ്രത്യേകിച്ച് ഒന്ന് ആൾക്കാർ പറഞ്ഞ് നിരസിക്കുന്ന ആളെല്ലാം അറിയാമെന്നാണ് ചോദിക്കുന്നത്. ഒരു രണ്ടുപേരി മനസ്സേനും സ്വന്തമായി ഒരുത്തരുമില്ലെന്നുള്ള പരമാർത്ഥമെല്ലായ്പ്പോഴും സ്മരിക്കുക നീ. മനസ്സേനും സ്വന്തമായി ഒരുത്തരുമില്ലെന്നുള്ള പരമാർത്ഥമെല്ലായ്പ്പോഴും സ്മരിക്കുക നീ. അർത്ഥശൂന്യമാകും ഓരോ
കർമ്മങ്ങളെ ചെയ്തുകൊണ്ട് വ്യർത്ഥമായി സംസാരത്തിൽ അലയുന്നു. ആരാധിച്ചേക്കാം ജനങ്ങൾ പ്രഭോ പ്രഭോ എന്ന വിളി സായതൽപ്പകാലം മാത്രം നിലനിൽപ്പതാം. ഇത്രനാൾ മറ്റുള്ള ജനം ആരാധിച്ച നിന്റെ ദേഹം പ്രാണം പോകുമ്പോൾ ഉപേക്ഷിക്കാൻ ഇടയായിടും. ഏത് പ്രാണപ്രേയസിക്ക് വേണ്ടി ഇത്രയെല്ലാം നിങ്ങൾ പാടുപെടുന്നുണ്ടോ? ജീവൻ വെടിഞ്ഞു മായതന്റെ വാലയ്ക്കാക തകപ്പെട്ടുകൊണ്ടു ജകൾ മാതാവിന്റെ നാമത്തെ മറന്നിടന്നു. അപ്പന്നണി പോലും തവ മൃതദേഹം കാണും നേരം പേടിച്ചു പിന്മാറും കൂടി വരികയില്ല. മനസ്സിനും സ്വന്തമായി ഒരുത്തരില്ലെന്നുള്ള പരമാർത്ഥമെല്ലായ്പ്പോഴും സ്മരിക്കും. മനസ്സിനും സ്വന്തമായി ഒരുത്തരില്ലെന്നുള്ള പരമാർത്ഥമെല്ലായ്പ്പോഴും സ്മരിക്കുക. This program